അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയവും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ സ്വർഗസ്ഥനായ പിതാവ് ഒരവസരം നൽകിയത് കൊണ്ട് ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ എല്ലാ ദൈവദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ യോഗങ്ങൾ ഇപ്രകാരം ക്രമീകരിച്ച് വചന ശുശ്രൂഷയ്ക്കായി അവസരമൊരുക്കിയ ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ ഗർസിയും അവരോടും APC ബഥേൽ സഭയോടുമുള്ള ഹൃദയാംഗമായി നന്ദി ഇത്തരുണത്തിൽ അറിയിക്കുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവ് വാഗ്ദത്ത പ്രകാരം ഈ രാത്രിയിലും നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കിൽ പതിഞ്ഞിരുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവെ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു അത്ഭുതം ചെയ്യും. കഴിഞ്ഞ 2 രാത്രികളിൽ നാം ചിന്തിച്ച വിഷയം വീണ്ടും തുടരുകയാണ്. ആധാരമായി അതേ വാക്യം വീണ്ടും വായിക്കാം. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 34-ാമത്തെ വാക്യം. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം കൂടെ ദിവസം അടയ്ക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ രാത്രിയിലും അടുത്ത സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള സ്വർഗീയ ഭോജനം നൽകി ഞങ്ങളെ തൃപ്തരാക്കണമേ. സകല മഹത്വം തിരുമേനിക്ക് തരുന്നു. മശിഹായുടെ നിസ്തുല്യ നാമത്തിൽ വിനയമായിട്ട് അപേക്ഷിക്കുന്ന കേൾക്കണമേ. ആമേൻ. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. പാപം സാർവത്രികമാണെന്നും നിസ്സാരമെന്ന് തോന്നിക്കുന്ന താൽക്കാലിക പാപങ്ങൾ നിന്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സമൂഹത്തിനും സമുദായത്തിനും കേടുവരുത്തുന്നുവെന്നും ഭൂമിയെപ്പോലും അത് കുലുക്കുന്നുവെന്നും നിനക്കുണ്ടാകുന്ന തലമുറകളെ നശിപ്പിക്കുമെന്നും അതിന്റെ വിടുതൽ യേശുക്രിസ്തുവിൽ മാത്രമാകുന്നുവെന്നും ആദ്യ രാത്രിയിൽ നാം ചിന്തിച്ചു. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുപറച്ചിൽ കേവലം അധരചർവണം മാത്രമാകുന്നുവെങ്കിൽ അത് നിഷ്പ്രയോജനമാകുന്നുവെന്നും ആന്തരികമായ ആത്മാർത്ഥതയില്ലാത്ത ഏറ്റുപറച്ചിൽ നിരർത്ഥകമാകുന്നുവെന്നും നിരവധി തെളിവുകൾ ഇന്നലെ രാത്രി നാം ചിന്തിക്കുകയുണ്ടായി. പാപം വംശങ്ങൾക്ക് അപമാനമാണ്. എന്നാൽ ആദ്യത്തെ പ്രസ്താവന നീതി ജാതിയെ ഉയർത്തുന്നു. ഉയരുവാനുള്ള ആഗ്രഹം മനുഷ്യ സൃഷ്ടിയിൽ മാത്രമേ നാം കാണുന്നുള്ളൂ. ഇതര ജീവജാലങ്ങൾക്കെങ്ങും ഉന്നതിക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള താല്പര്യമില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയ കൂടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കൂടുണ്ടാക്കണമെന്നൊരു പക്ഷിക്കും തോന്നിയിട്ടില്ല. വസ്ത്രം ധരിച്ച് നടക്കണമെന്ന് ഒരു മൃഗത്തിനും വിചാരമുണ്ടായിട്ടില്ല. ആഹാരം പാചകം ചെയ്ത് കഴിക്കണമെന്ന് ഒറ്റ ജന്തുവിനും തോന്നിയിട്ടില്ല. എന്നാൽ മനുഷ്യൻ ശിലായുഗത്തിൽ നിന്ന് ഇരുമ്പന്റെ യുഗത്തിലേക്ക്, പിച്ചളയുടെ യുഗത്തിലേക്ക്, പ്ലാസ്റ്റിക് യുഗത്തിലേക്ക്, ഇലക്ട്രിക് യുഗത്തിലേക്ക്, ടെലികമ്മ്യൂണിക്കേഷൻ യുഗത്തിലേക്ക് അങ്ങനെ ഉയർന്ന് സ്പേസ് യുഗം വരെയും ഇന്റർ പ്ലാനറ്ററി ഏജ് വരെയും മനുഷ്യൻ ഉയർന്നുകൊണ്ടിരിക്കുന്നു. പ്രതിദിനം അനുദിനം വളർച്ചയുടെ പാതയിലായ മനുഷ്യൻ കൈക്കുമ്പുകളിൽ ലോകത്തെ മുഴുവൻ ടച്ച് ചെയ്യത്തക്ക നിലയിൽ ഉപകരണങ്ങളുമായി നടക്കുന്നു. ഇങ്ങനെ ഉയർച്ചയുടെ പാതയിലാണ് മനുഷ്യൻ എന്ന് നാം ഓർക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 വിധത്തിലുള്ള ജ്ഞാനത്തെ കുറിച്ച് പൗലോസ് പ്രസ്താവിക്കുന്നു. ഒന്ന്, നശിച്ചു പോകുന്ന ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം. 2, ദൈവം തന്റെ മക്കൾക്ക് നൽകുന്ന സ്വർഗീയമായ ജ്ഞാനം. ഈ ലോകത്തിന്റെ ജ്ഞാനം ചന്ദ്രഗോളം വരെയോ സ്പേസ് വരെയോ നിന്നെ ഉയർത്തും. സ്വർഗത്തിലെ ജ്ഞാനം സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ വരെ നിന്നെ കൊണ്ടുചെല്ലും. ആ സ്വർഗീയ ജ്ഞാനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പിതാവേ, ലോകപ്രകാരമുള്ള ജ്ഞാനികൾക്കും വിവേകികൾക്കും ഈ വസ്തുത നീ മറച്ചു, ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ആ ശിശുക്കളുടെ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടുന്ന വിശുദ്ധന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ഗോഡ്. ഈ ജ്ഞാനം ഒരു പേഴ്സണാലിറ്റി കൽപ്പിച്ചിരിക്കുന്ന പുസ്തകമാണ് സദൃശവാക്യങ്ങൾ.
8-ാം അധ്യായത്തിൽ സദൃശവാക്യ പുസ്തകത്തിൽ ജ്ഞാനം അതിനൊരു ആളത്വം കൽപ്പിച്ചിരിക്കുന്നു. ആഴങ്ങൾ ഉണ്ടാകും മുൻപേ ഞാൻ ജനിച്ചു, ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഒരു വ്യക്തിത്വം കൽപ്പിക്കുന്ന ഈ ജ്ഞാനം എന്തെന്ന് പൗലോസ് പറയുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇളർച്ചയാണ്, ജാതികൾക്ക് ഭോഷത്വമാണ്. എന്നാൽ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിന്റെ ജ്ഞാനം മുഴുവനും നിക്ഷേപിച്ച് സംരക്ഷിച്ച കലവറയാണ് യേശു ക്രിസ്തു. ക്രിസ്തു ഉള്ളവനാണ് ദൈവോൻപാകെ ജ്ഞാനി. ആമേൻ. വെള്ളത്തിൽ മുങ്ങി ചാകുവാൻ തുടങ്ങുന്ന ഒരുവനെ വനശാസ്ത്രം, ഭൂമിശാസ്ത്രം, ഭൂഗർഭശാസ്ത്രം, സസ്യശാസ്ത്രം, മനഃശാസ്ത്രം മുഴുവനും അറിയാമെങ്കിലും നീന്തിശാസ്ത്രം അറിയുമെങ്കിൽ മാത്രമേ രക്ഷപ്പെടുവാൻ കഴിയുള്ളൂ. പാപത്തിന്റെ ചള്ളക്കുഴിയിൽ ആണ്ടുപോകുന്ന മനുഷ്യൻ, നിരന്തരമായി താഴുന്ന മനുഷ്യന് ഏറ്റവും വലിയ അത്യാവശ്യം പാപക്കറയിൽ നിന്നവനെ ഉദ്ധരിച്ച് പാപത്തിന്റെ ചള്ളക്കുഴിയിൽ നിന്ന് കയറ്റി നിത്യതയിൽ എത്തിക്കുന്ന ഒരു രക്ഷകനെ മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ആ രക്ഷകനാണ് ലോകൈക രക്ഷകനായി വന്ന ശ്രീ യേശു ക്രിസ്തു. ആമേൻ. ലോകത്തിന്റെ സകല മതങ്ങളിലും ഉപദേഷ്ടാക്കന്മാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പ്രവീണന്മാരുണ്ട്. പക്ഷേ വേദപുസ്തകത്തിൽ മാത്രമേ ഒരു രക്ഷകനെ കാണുവാൻ കഴിയുള്ളൂ. പാപത്തിനും ശാപത്തിനും പരിഹാരം വരുത്തിക്കൊണ്ട് സ്വന്തം തോളിന്മേൽ തലചായിച്ച് ഭാരഭാരിയായി രക്തമൊഴുകി മരിച്ച ക്രിസ്തു പാപത്തിന് പരിഹാരത്തിന് രക്തം ചിന്തി, ശാപത്തിന് പരിഹാരത്തിന് കുരിശിന്മേൽ മരിച്ചു. യേശുവിന്റെ മരണം പരാജയമല്ല, നിത്യ ഉത്സവവും വിജയവുമാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. സാധു സുന്ദർ സിംഗ് തന്റെ മതം വിട്ട് ക്രിസ്ത്യാനിയായപ്പോൾ സ്നേഹിതർ ചോദിച്ചു, മിസ്റ്റർ സുന്ദർ സിംഗ്, സിഖ് മതത്തിൽ നിനക്ക് എന്തിന്റെ കുറവുണ്ടായിരുന്നു? അദ്ദേഹം മറുപടി പറഞ്ഞു, എനിക്ക് ധാരാളം കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഗുരുക്കന്മാരുണ്ട്, മതഗ്രന്ഥങ്ങളുണ്ട്, സിദ്ധാന്തങ്ങളുണ്ട്, തത്വസംഹിതകളുണ്ട്, ആശയങ്ങളുണ്ട്. പക്ഷേ യേശു ക്രിസ്തു അതിനകത്തില്ലായിരുന്നു. യേശുവിനെയാണ് എനിക്ക് ആവശ്യം. പാപക്കറയിൽ നിന്ന് രക്ഷിപ്പാൻ ഒരുവനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. യേശുവിന്റെ രക്തത്താൽ വിമോചനം ലഭിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 40-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അവിടെ ഉദ്ധാരണത്തിന്റെ ഒന്നാമത്തെ പടി, ഉയർച്ചയുടെ ആദ്യത്തെ പടി നിങ്ങൾ കാണുവാൻ കഴിയും. വായിക്കൂ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ദൈവത്തിന് സ്തോത്രം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരകയറ്റുവാൻ പര്യാപ്തമായ കൈകളോടുകൂടി രക്ഷകന്റെ കരം നിന്റെ നേരെ നീട്ടിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ പാപത്തിന്റെ ചള്ളക്കുഴിയിൽ വീണ് കറപുരണ്ട് വേദന സഹിക്കുന്ന ജീവിതമേ, രോഗത്തിനും പാപത്തിനും ശാപത്തിനും അടിമയായ ജീവിതമേ, നിനക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട കരങ്ങൾ നിന്റെ നേരെ നീട്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വ്യക്തിപരമാണ് രക്ഷയെന്ന് ഓർക്കണം. യഹോവയ്ക്കായി ഞാൻ കാത്തുകാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു, എന്നെ അവൻ ഉദ്ധരിച്ചു. സമൂഹ രക്ഷയല്ല, രാഷ്ട്രീയ രക്ഷയല്ല, കുടുംബരക്ഷയല്ല, വ്യക്തിപരമായിട്ടാണ് രക്ഷിക്കപ്പെടേണ്ടത്. ദൈവത്തിന് സ്തോത്രമായി ഒഴുകുന്ന ഒരു കാര്യമല്ല രക്ഷ. There is no national salvation, there is no family salvation, there is no social salvation, only personal salvation. 25 വർഷങ്ങൾ നിരന്തരമായി ആരാധന നടന്ന ഒരാത്മീയ പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് എനിക്കും ജനിച്ചു വളരുവാൻ ഇടയായത്. 1000 ദൈവദാസന്മാരെ ചെറുപ്രായം മുതൽ ഞാൻ കണ്ടു. പ്രസംഗങ്ങൾ ശരിയായി ശ്രദ്ധിച്ചു. 5 വയസ്സുള്ള ഒരു കുട്ടിയായിരിക്കുന്ന കാലം മുതൽ ഏറ്റവും മുൻനിരയിൽ ഇരുന്ന് അതിശ്രദ്ധയോടെ കണ്ണുപറിക്കാതെ ദൈവഭക്തന്മാരുടെ മുഖത്തേക്ക് നോക്കി വേദപുസ്തകം ഗ്രഹിച്ച് അവർ പോയി കഴിയുമ്പോൾ അതുപോലെ ഞാൻ പ്രസംഗിക്കുമായിരുന്നു. അതേ മുറിക്കുള്ളിലും വരാന്തകളിലും മുറ്റത്തും പറമ്പിലും ഒക്കെ നിന്ന് 5-ാമത്തെ വയസ്സ് മുതൽ യേശുവിനെ കുറിച്ച് ഞാൻ കേട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, കേരളാകത്ത് ഇത് ഭ്രാന്തിന്റെ ലക്ഷണമാണ്, ആരുമില്ലാത്തവ പ്രസംഗിക്കരുത്. ഞാൻ പറഞ്ഞു, അമ്മേ, ലോകത്തെയൊക്കെയും പോയി യേശുവിനെ പ്രസംഗിക്കാനാണ് ഞാൻ ജനിച്ചതെന്ന് എന്റെ മനസ്സിൽ തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിവില്ല. ആകയാൽ വനാന്തരങ്ങളിലേക്ക് പോയി ചില ആടുകളെ മേയിച്ചുകൊണ്ട് കാട്ടിൽ നിൽക്കുമ്പോൾ ആടുകൾ
മേഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം സമതല പ്രദേശം തെരഞ്ഞെടുത്ത് വൃക്ഷങ്ങളെ നോക്കി ശക്തിയോടെ പ്രസംഗിപ്പാൻ 6-7 വയസ്സിൽ ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. ആരും മാനസാന്തരപ്പെട്ടില്ലെങ്കിലും ആരും ശല്യപ്പെടുത്തിയില്ലെന്നുള്ളത് വലിയൊരു ഉപകാരമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വീട് മുതൽ സ്കൂൾ വരെയും സ്കൂൾ മുതൽ വീട് വരെയും ദൈവവചനം സംസാരിച്ചുകൊണ്ട് സൺഡേ സ്കൂളിലെ പാഠങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് വിദ്യാർത്ഥികളോട് സുവിശേഷം അറിയിപ്പാൻ ചെറുപ്രായത്തിൽ ദൈവം എനിക്കിടയാക്കി. എന്നാൽ അതൊന്നുമല്ല രക്ഷ. 8 വയസ്സുള്ള ഒരു ബാലകനായിരിക്കുമ്പോൾ എൻ്റെ മാതാവിനോടൊപ്പം മറ്റൊരു യോഗത്തിനായി ഞാൻ പോവുകയാണ്. എന്റെ മാതാവ് മുൻപേ പോകുന്നു, ഞാനും ഒരു വേദപുസ്തകമായി പുറകെ നടക്കുന്നു. എന്തോ ഓർത്തതുപോലെ എൻ്റെ അമ്മ മുൻപിൽ നിന്നിട്ട് എന്നെ വിളിച്ചു, മകനെ അടുത്തു വരൂ, ഇന്നത്തെ ദിവസം യേശു ക്രിസ്തുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് പ്രസ്താവിച്ചു. ദൈവത്തിന് സ്തോത്രം. അതെന്താണെന്ന് ചോദിച്ചു. വേദവാക്യങ്ങൾ മനഃപ്പാടമുണ്ട്, പല പ്രസംഗങ്ങളും നീ ഏറ്റു ചൊല്ലുന്നുണ്ട്, വാക്യങ്ങൾ മനഃപ്പാടം ചൊല്ലി മാർക്കുകൾ വാങ്ങിക്കുന്നുണ്ട്, പാട്ടുകൾ പാടുന്നുണ്ടെന്നല്ല. അതല്ല, യേശു ക്രിസ്തു രക്ഷിതാവായി നിന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണം. അതാണ് വീണ്ടും ജനനം മകനെ. വായു കൊണ്ട് ഏറ്റുപറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ആണിയക്ഷരം പോലെ എൻ്റെ അമ്മയുടെ വാക്കുകൾ എൻ്റെ ഉള്ളത്തിൽ തുളച്ചു കയറി. 8-ാമത്തെ വയസ്സിൽ ആരാധനാ യോഗത്തിൽ വെച്ച് ഒരു വേദപുസ്തകം കരങ്ങളിൽ എടുത്തുകൊണ്ട് എൻ്റെ യേശുവിനെ എൻ്റെ രക്ഷിതാവായി ഞാൻ ഹൃദയത്തിൽ സ്വീകരിച്ചു. അതാണ് വീണ്ടും ജനനം. ദൈവത്തിന് സ്തോത്രം. സമൂഹ രക്ഷയല്ല കേട്ടോ, വ്യക്തിപരമായി രക്ഷിക്കപ്പെടണം. ആമേൻ. ഞാൻ പെന്തക്കോസിൽ ജനിച്ചതാണ് എന്നും പറഞ്ഞ് നീ ഇരുന്നത് കൊണ്ട് പ്രയോജനമില്ല. ആരും പെന്തിക്കോസിൽ ജനിച്ചിട്ടില്ല, ആശുപത്രിയിലാണ് ജനിച്ചത്. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ആത്മാവിനാൽ ജനിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ജനനം വ്യക്തിപരമാണ്. അവൻ എന്നെ എത്ര അത്ഭുതകരമായിട്ടാണ് എൻ്റെ നിലവിളി കേട്ടു, എന്നെ രക്ഷിച്ചു, എന്നെ കുടിയിൽ നിന്ന് കയറ്റി, എൻ്റെ വായിൽ പുതിയൊരു ഇത് പറഞ്ഞിട്ട് അടുത്തത് സ്തുതിയുടെ കാര്യം പറയുമ്പം ഗ്രാമർ അങ്ങ് മാറി. എൻ്റെ ദൈവത്തിന് സ്തുതി എന്ന് പറയാതെ നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പരിശുദ്ധാത്മാവിന് വ്യാകരണ പെശകൊന്നും പറ്റിയതല്ല. രക്ഷിക്കപ്പെടുന്നത് ഒറ്റയ്ക്കാണ്, ആരാധിക്കുന്നത് ഒരുമിച്ചിരുന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വീണ്ടെടുക്കപ്പെട്ട ദൈവമൈതലേ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ രക്ഷകൻ നിന്നെ കുടിയിൽ നിന്ന് കയറ്റുവാൻ കരം നീട്ടിയിരിക്കുന്നെങ്കിലും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. ബലാത്കാരമായി ഒരിക്കലും രക്ഷ നൽകുകയില്ല. ആവശ്യമുള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. നാശക്കുഴിയിലും കുഴഞ്ഞേറ്റിലും കിടക്കുന്ന ആയിരങ്ങളുണ്ട്. പക്ഷേ ചിലർക്ക് നാശക്കുഴി വളരെ സന്തോഷമാണ്. കുഴഞ്ഞ ചേറും നാശകരമായ കുഴിയിലും ലയിച്ച് രസിച്ച് പാപത്തിൽ ഇങ്ങനെ മൂടിക്കിടക്കുന്ന എത്ര പ്രകൃതിക്കാരുണ്ടെന്നറിയാമോ? ഒരു പന്നിക്കുട്ടിയും ഒരു ആട്ടിൻകുട്ടിയും ഒരുമിച്ച് ചള്ളയിൽ വീണാൽ നിലവിളി ആട്ടിൻകുട്ടിക്കേ ഉള്ളെന്ന് ഓർക്കണം. മാമാ എന്നത് നിലവിളിക്കുന്നു. അടി തെറ്റിയതാണ്, അബദ്ധം പറ്റിയതാണ്, വീണു പോയതാണ്, സാഹചര്യ സമ്മർദ്ദത്തിലാണ്, എന്നെ ദയവായി രക്ഷിക്കൂ. ആട്ടിൻകുട്ടിക്ക് മാത്രമേ നിലവിളിയുള്ളൂ. അത് കേട്ട് ഒരുത്തൻ കരം നീട്ടി നാശക്കുഴിയിൽ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കുട്ടിയെ കരയ്ക്ക് കയറ്റി വിട്ടാലും ആടിന് സ്വസ്ഥതയില്ലെന്ന് ഓർക്കണം. അത് കയ്യാലയിലോ ഭിത്തിയിലോ വൃക്ഷത്തിലോ ഉരുമി നന്നാകാൻ ശ്രമിക്കും. പുറകോട്ട് നോക്കി ആ ചള്ളയെ വെറുത്ത് മുൻപോട്ട് പോകും. എന്നാൽ അതിന്റെ കണ്ടംപററിയായി സമകാലികമായി കിടക്കുന്ന പന്നിക്കുട്ടിക്കോ അതെന്ത് രസം! ഓ, എന്താ ആനന്ദം, എനിക്കെന്താ ആനന്ദം, ഈ ചള്ളയും ചേറുമുള്ള വാസം, എന്തൊരു സന്തോഷമാണെന്നറിയാമോ? അതിനെ ഇതിന്റെ കണ്ടംപററിയായി തുല്യപ്രായത്തിലുള്ള ആട്ടിൻകുട്ടിയുടെ ഒപ്പം നിന്ന പന്നിക്കുട്ടിയും കരയ്ക്ക് കയറ്റു. വാം വാട്ടറിൽ കുളിപ്പിച്ച് അതിന് മനോഹരമായി പോൺസ് പൗഡർ, കുട്ടിക്യൂറ, നിവിയ ക്രീം, ലാക്ടോ കലാമിൻ അടിച്ച് ചുണ്ടിന് ലിപ്സ്റ്റിക്കും അടിച്ച് പന്നിയൊന്ന് വിടൂ. 10 മിനിറ്റിനകം തിരിച്ച് പിന്നെയും ചള്ളയിൽ ഉരുളുവാൻ പോകുന്നതാണ് പന്നിയുടെ പ്രകൃതി. ഒരേ പ്രായമാണ്, ഒരേ ചള്ളയാണ്, ഒരുമിച്ച് വീണതാണെങ്കിലും ആട്ടിൻകുട്ടിക്ക് കരകയറുവാനുള്ള ആഗ്രഹം, പന്നിക്കുട്ടിക്ക് ലയിച്ച് രസിക്കാൻ ആഗ്രഹം. പുതിയ നിയമസഭയെ യേശു വിളിച്ചത് ചെറിയ പന്നിക്കൂട്ടമെന്നല്ല, ചെറിയ ആട്ടിൻകൂട്ടമായിരിക്കുന്നതിൽ അഭിമാനമുള്ള ദൈവമക്കൾ, ദൈവഭൃത്യന്മാർ, സഹോദരന്മാർ കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി അബദ്ധങ്ങൾ പറ്റാ മനുഷ്യ, ജീവിതത്തിൽ പാപം സംഭവിച്ചിരിക്കാം നിനക്ക്. എന്നാൽ അതിൽ ലയിച്ച് രസിച്ച് നീതീകരിച്ച് സ്വയം നീതീകരിച്ച് അതിൽ ഉരുളുവാൻ ശ്രമിക്കരുത്. നീട്ടപ്പെട്ട കരത്തിലേക്ക് നോക്കൂ. ഈ രാത്രി നീ കരകയറുന്ന രാത്രിയായി തീരട്ടെ. പാപം സാർവത്രികമാണ്, പക്ഷേ മനോഭാവം വിഭിന്നമാണ്.
ചിലർക്ക് തമാശാണ്, കളിയാണ്, രസമാണ്, നേരം പോക്കാണ് പാപം. ചിലർക്ക് ഇത് ഗുരുതരമാണെന്നറിയാം, പക്ഷേ തുടങ്ങിപ്പോയി, നിർത്താൻ വയ്യ, ഞാൻ വിട്ടാലും എന്നെ വിടുന്നില്ല, ആ പാപത്തിൽ കുരുങ്ങിക്കിടക്കുന്നു. വേറെ ചിലര് നിരീശ്വരവാദികളാണ്. ദൈവമില്ല, സ്വർഗമില്ല, നരകമില്ല, ഭൂതമില്ല, പിശാചില്ല, മരണാനന്തര ജീവിതമില്ല, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഭവിഷ്യത്തെ കുറിച്ച് ഒന്നും ബോധമില്ലാതെ അതിൽ തന്നെ ലയിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ട്. സുഗന്ധപൂരിതമായൊരു റോസപുഷ്പം ഒരു കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്താൽ അത് പിച്ചി ചിന്തി ഞെവിടി പൊടിച്ച് കുറച്ച് വായിക്കകത്തും കുറച്ച് മൂക്കിനകത്തും കുറച്ച് ചെവിക്കകത്തും കയറ്റിയിട്ട് ബാക്കിയുള്ളതിന്റെ പുറത്തൂടെ നിരങ്ങത്തേ ഉള്ളൂ. ഒരു പശു അത് കണ്ടാൽ തിന്നാൻ കൊള്ളാമെന്ന് നോക്കും, ഒത്തില്ലെങ്കിൽ ചവിട്ടി തേച്ച് പുകത്തേ ഉള്ളൂ. ഒരു കവി അതിനെ കണ്ടാൽ വീണപൂവേ വീണപൂവേ വിടർന്നതെന്തിനു നീ എന്നോ, ഭക്തകവിയാണെങ്കിൽ പുല്ലിനു തുല്യം നീ ജീവിതം വയലിൽ പൂവെന്ന പോലിതു പോകുന്നു തുലബിൽ എന്ന് പാടും. എന്ന ഒരു ശാസ്ത്രജ്ഞന്റെ കയ്യിൽ കിട്ടിയാൽ ഇതളുകൾ രാസപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തും. ഈ പൂ എന്തുകൊണ്ട് വീണു? വീണപ്പോ എന്താ താഴോട്ട് വീണത്? എന്താ മേലോട്ട് പോകാഞ്ഞത്? ഇത് ഏച്ചു വെച്ചപ്പോൾ എന്താണ് കുത്തി കെട്ടിയിട്ട് പഴയ സുഗന്ധം എന്തുകൊണ്ട് കിട്ടുന്നില്ല? ദിനരാത്രങ്ങൾ കഴിയും തോറും ഇത് അതിന്റെ കളർ മങ്ങുന്നതിന്റെ കാരണം എന്ത്? അവന്റെ ഫീൽഡ് റിസർച്ചാണ്. അവൻ പഠിക്ക് ഗവേഷണം ചെയ്യുക. ഒരു സാധാരണ പുരുഷന്റെ കൈ കിട്ടിയാലോ, 1 മണപ്പിച്ചു, 2 മണപ്പിച്ചു, 3 മണപ്പിച്ചു, ഒരു ഏറെറിഞ്ഞു, അവന്റെ കാര്യത്തിന് പോകും. ഒരു സ്ത്രീയുടെ കയ്യിൽ കിട്ടിയാലോ മണപ്പിച്ച് 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 ഒരിക്കലും ഒരു കളകയില്ല. ഒത്താൽ തലയിലൂടെ ചൂടും, പുറകെ വരുന്നവർക്ക് മണക്കാം. അറിയാമോ? അങ്ങനെയെങ്കിൽ പുഷ്പം ഒന്ന് തന്നെയാണെങ്കിലും അതിനോടുള്ള മനോഭാവം വിഭിന്നമാണ്. ശിശുവിന് കളിപ്പാട്ടം, പശുവിന് തീറ്റ സാധനം, കവിക്ക് ഗാനവസ്തു, ശാസ്ത്രജ്ഞന് ഗവേഷണ വസ്തു, പുരുഷന് മണപ്പിച്ച് കളയാനുള്ളത്, സ്ത്രീക്ക് മണപ്പിച്ച് സൂക്ഷിക്കാനുള്ളത്. ഇത് തന്നെയാണ് പാപത്തിന്റെ നാറ്റവും. പാപത്തിന്റെ നാറ്റവും അതിനോട് വിള പറയുവാൻ, രക്ഷകനെ കാണുവാൻ, ശുദ്ധീകരണം പ്രാപിക്കുവാൻ, കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ കഴുകൽ പ്രാപിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടക്കുന്ന ജീവിതമേ, എത്ര നാളായി നീ വേദന അനുഭവിക്കുന്നു? എത്ര നാളായി നീ മനോഭാരപ്പെടുന്നു? നിനക്കൊരു രക്ഷകനുണ്ട്. അദൃശ്യനായവൻ ഈ രാത്രി യോഗത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. നിന്നെ തൊടുന്ന കരത്തെ ഇന്ന് രാത്രി ഞാൻ കാണുന്നു. Glory be to thy name. Hallelujah. യേശുവിന്റെ കരങ്ങളിലേക്ക് നോക്കൂ. നീട്ടപ്പെട്ട കരങ്ങളിലേക്ക് നിന്റെ കരം അതേ നീട്ടിപ്പിടിക്കൂ. ഇന്ന് രാത്രി ഒരു ഉദ്ധാരണത്തിന്റെ രാത്രിയാണ്. നിലവിളിക്കൂ, നീ ഉയർത്തപ്പെടും. അവന്റെ നിലവിളി കേട്ടു. ആവർത്തന പുസ്തകത്തിലേക്ക് വരൂ. ഉയർച്ചയുടെ 2ാമത്തെ പടി വായിക്കൂ. 28-ാം അധ്യായം 13-ാം വാക്യം. ആവർത്തനം 28-ന്റെ 13-ാമത്തെ വാക്യം. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നതിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് ആമേൻ പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നിന്നെ വാലല്ല തലയാക്കും. കൽപ്പനകൾ പ്രമാണിച്ചു നടന്നാൽ. അടുത്തത്, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല. ഉയരുവാനുള്ള അടുത്ത പടി ദൈവ കൽപ്പനകൾ കേട്ടനുസരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ നിലവിളിച്ചാൽ ഉയർത്തപ്പെടും. പക്ഷേ ഉയർച്ചയിൽ പിന്നെയും മുന്നോട്ട് പോകണമോ? ദൈവ കൽപ്പനകൾ അനുസരിപ്പാൻ മനസ്സ് വയ്ക്കണം. അനുസരണം, ഒബീഡിയൻസ് ഒരു ശാപമല്ല, അതൊരു അനുഗ്രഹം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവപുത്രനായ യേശുവിനെ കുറിച്ച് ഫിലിപ്പിയർ 2-5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളുമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം എന്താ ഉള്ളവനായി? അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലോയ നാമം നൽകി. അവന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുമെങ്കിൽ അനുസരണത്തിൽ ഒരു അനുഗ്രഹമുണ്ടെന്ന് യേശു വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഗലീലയിൽ നിന്ന് യോർദാൻ നദി വരെ കാൽനടയായി, സ്പെഷ്യൽ ബസ്സല്ല, മോട്ടോർ ബൈക്കിലല്ല, AC കാറിലല്ല, അന്നത്തെ കാലത്ത് കാൽനടയായി യേശു വന്ന് ഈ യോർദാന്റെ നദിയിൽ മുങ്ങേണ്ട കാര്യം എന്നായിരുന്നു? തന്റെ സൃഷ്ടിയായ യോഹന്നാച്ചൻ ഉപദേശിയുടെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ അവൻ തീരുമാനിച്ചതെന്ന് അർദ്ധരാത്രി ഞാൻ പ്രസ്താവിച്ചതുപോലെ 2 Corinthians 5:21 അവൻ പാപമറിയാത്തവനെന്നും 1 Petrus 2:22
അവൻ പാപം ചെയ്യാത്തവനെന്നും. 1 യോഹന്നാൻ 3:6 അവനിൽ പാപമില്ലെന്നും. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, നിത്യത മുതൽ നിത്യത വരെ നിഷ്കളങ്കനായ ദൈവപുത്രൻ കണ്ടുവോ ഒരു പാപി എന്ന പോൽ യോർദാനാറ്റിങ്കിൽ വരുന്നു. എന്തിന്? അനുസരിപ്പാൻ സന്നദ്ധനായി. യോനാച്ചൻ പറഞ്ഞു, ഗുരു, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, നീ എന്റെ അടുക്കൽ വരുന്നുവോ? യേശു പറഞ്ഞു, യോനാച്ച, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ദൈവത്തിന്റെ നീതിയെ നിവർത്തിക്കുന്നത് ഉചിതമാണ്. അതിന്റെ മാതൃകയാണ് യേശു കാണിച്ചതെങ്കിൽ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. മനസാന്തരപ്പെട്ട സ്നേഹിതേ, ഇന്നുവരെയും ജലസ്നാനമേൽക്കാതെ നീ അറച്ചു നിൽക്കുന്നതെന്ത്? യേശു കർത്താവിന് ഗലീല മുതൽ യോർദാൻ വരെ 70 മൈൽ നടന്നു വന്ന് സൃഷ്ടിയായ യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാനിലെ കലക്കവെള്ളത്തിൽ മുങ്ങുവാൻ മടിയില്ലായിരുന്നെങ്കിൽ ആ ദൈവത്തിൽ ഇന്ന് രാത്രി നിന്നെയും ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ സ്നാനപ്പെടണമെന്നുള്ളതെല്ലാം ഇങ്ങനെ എന്ന ഒരൊറ്റ പദത്തിലുണ്ട്. ഇങ്ങനെ നീതി നിവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ ആരും കയ്യിലെടുത്ത് ആട്ടി കൊട്ടി ഉമ്മ വെച്ച് കുപ്പിപ്പാല് കുടിപ്പിച്ച് തീരെ പഴംതുണി വെച്ച് ഗീല പീലയാകുമ്പോൾ വേറെ തുണി വെച്ച് പിന്നെ ഉമ്മ വെച്ച് ആട്ടി കൊണ്ടുവന്നതല്ല യോനാച്ച. അങ്ങനെ വരുന്നതിനെ പ്രതിഷ്ഠിച്ചു വിടണം, നടന്നു വരുന്നതിനെ മുക്കി വിടണം. ഇതാണ് ഇങ്ങനെ നീതി നിവർത്തിച്ചവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോനാച്ച, നീ കരയിലും ഞാൻ വെള്ളത്തിലുമല്ല, ഞാൻ കരയിലും നീ വെള്ളത്തിലുമല്ല, നീയും വെള്ളത്തിൽ ഞാനും വെള്ളത്തിൽ. ഇങ്ങനെയാണ് നീതി നിവർത്തിച്ചത്. അവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇത് ഒഴക്ക വെള്ളമല്ല, ഇത് ഒഴുക്ക് വെള്ളമാണ്. പ്രൈസ് ദി ലോർഡ്. നീതിയെ നിവർത്തിക്കുവാൻ നിനക്ക് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ സഹോദര സഹോദരി? ഇല്ലെങ്കിൽ ഇങ്ങനെ നീതിയെ നിവർത്തിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി നിനക്ക് ബുദ്ധി നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. 30 കൊല്ലത്തേക്ക് മുമ്പ് നിന്റെ മനസ്സാകുന്ന കമ്പ്യൂട്ടർ ഒന്ന് തിരിച്ചുവിട്. യോനാച്ചനും ഉപദേശിയും യേശു വെള്ളത്തിൽ നിൽക്കുക. 30 കൊല്ലത്തിന് മുമ്പ് ഇവർ രണ്ടുപേരും അവരുടെ അമ്മമാരുടെ ഗർഭത്തിലായിരുന്ന കാലത്ത് അമ്മമാര് തമ്മിൽ ഇതുപോലെ ഒന്ന് കൂട്ടുമുട്ടിയതാ. മറിയ എലിസബേത്ത് എഴുന്നേറ്റ് ഗർഭിണിയായ അവൾ മറിയയുടെ അടുക്കൽ ചെന്നു. ഇവര് രണ്ടുപേരും അന്ന് ഉള്ളത്തിലാണ്. എലിസബേത്തും മറിയം കൂടെ കൂട്ടിമുട്ടിയപ്പോൾ ആ പിള്ള ഉള്ളത്തിൽ തുള്ളി. 30 കൊല്ലം കഴിഞ്ഞപ്പോ പിള്ള വെള്ളത്തിൽ തുള്ളുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയാമോ? കരഞ്ഞ് കണ്ണുനീർ വാർത്ത് കരയിക്കുമ്പോൾ അല്ല സ്നാനം കഴിപ്പിക്കേണ്ടത്. ജലസ്നാനം ഏൽക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും. ദൈവം ഇതിൽ ആനന്ദം കൊണ്ട് നിറയും. ഷണ്ണൻ സ്നാനം ഏറ്റപ്പോൾ സന്തോഷിച്ചുകൊണ്ട് തന്നെ വഴിക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. സ്നാനത്തിന്റെ വെള്ളത്തിനല്ല ശക്തി, സ്നാനത്തിന്റെ കടവിനല്ല ശക്തി. സ്നാനപ്പെട്ടാൽ രോഗം മാറും, സ്നാനപ്പെട്ടാൽ ഭൂതം മാറും, സ്നാനപ്പെട്ടാൽ അതിനകത്തേതോ ദിവ്യശക്തി ഉണ്ടെന്ന് വേദപുസ്തകം പറയുന്നില്ല. ഓർഡിനറി വാട്ടറാണത്. H2O മാത്രമാണ്. തിളപ്പിച്ചാൽ ഇവാപ്പറേറ്റ് ചെയ്യുന്നതാണ്, തണുപ്പിച്ചാൽ ഐസാകുന്നതാണ്. സ്നാനത്തൊട്ടിക്കല്ല, സ്നാനക്കടവിനല്ല, സ്നാന വെള്ളത്തിനല്ല ശക്തി. അതിന്റെ പിൻപിലെ കൽപ്പനയ്ക്കാണ് ശക്തി. കൽപ്പിച്ചവന്റെ ശക്തിയാണ് കൽപ്പനയുടെ ശക്തി. ദൈവത്തിന് സ്തോത്രം. 200 കിലോമീറ്റർ സ്പീഡിൽ ഓടി വരുന്ന ആ വാഹനത്തെ ഓടിക്കുന്ന മോട്ടാ തകട ഡ്രൈവർ അവരെ ഒരു സ്ഥലത്ത് ചൗരാഹയിൽ നിൽക്കുന്ന ദുബല പത്തല പോലീസിന്റെ കൈ കാണുമ്പോൾ നിൽക്കുന്നത് എന്താ? പോലീസിന്റെ ആരോഗ്യമല്ല, അവന്റെ അധികാരമാണെങ്കിൽ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരം പ്രാപിച്ചവന്റെ കൽപ്പനയാണ് ജലത്തിലെ സ്നാനം. സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. ചോദിക്കാൻ നിനക്കെന്ത് അധികാരം? ഉത്തരം പറയാൻ എന്തധികാരം? ചോദിക്കാൻ അവകാശമില്ലാത്ത ചോദ്യങ്ങളുണ്ട്. മിലിറ്ററിയുടെ ക്യാപ്റ്റൻ പറയുന്നു മാർച്ച് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് പടയാളികൾ മുന്നോട്ട് നീങ്ങും. രണ്ടുപേർ അവിടെ നിന്നുണ്ട്. സാറേ ഇല്ലെങ്കിലോ? ചോദിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. 2 രാജ്യങ്ങൾ തമ്മിൽ അതിശക്തമായ യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാന്റെ ലീഡർ എന്ന് വിചാരിച്ചോളൂ, ഇന്ത്യൻ ലീഡറും നിൽക്കുകയാണ്. ആ ലീഡർ ഇങ്ങോട്ട് വരുമ്പോൾ സൈന്യത്തിന്റെ നായകൻ മുന്നോട്ട് വന്ന് എതിരാളിയുടെ ലീഡറിന്റെ തലയെ തകർത്ത് രാജ്യാവകാശമാക്കിക്കൊണ്ട് പറയുന്നു മാർച്ച് ഫോർവേഡ് എന്ന് പറയുമ്പോൾ ശക്തിയോടും സന്തോഷത്തോടും മാർച്ച് ചെയ്യേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്വമെങ്കിൽ. ഇരുട്ടിന്റെ അധികാരിയായ പി ഷാജ് നമ്മുടെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്നു. യേശു എന്ന ക്യാപ്റ്റൻ വന്നു, അവന്റെ തലയെ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മോട് പറയുന്നു വിശ്വസിക്കാൻ. അങ്ങനെയെങ്കിൽ നിനക്ക് അറച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം.
ഓൾ സ്റ്റാൻഡപ്പ് എന്നൊരു അധ്യാപകൻ പറഞ്ഞാൽ വിദ്യാർത്ഥികളെല്ലാം എഴുന്നേറ്റ് നിൽക്കും. സിറ്റ് ഡൗൺ. 10 ക്ലാസ് പഠിച്ചവർക്കറിയാം 500 പ്രാവശ്യം എഴുന്നേറ്റിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്. ഓൾ സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ്. 3 പിള്ളേർ ഇരുന്നുണ്ട്. സാർ, ഇഫ് ഐ ഡോണ്ട് സ്റ്റാൻഡപ്പ്? എന്നാരും ചോദിച്ചിട്ടില്ല. രോഗിയായി നീ ഒരു ആശുപത്രി ചെല്ലൂ, നിന്റെ രോഗവിവരം അറിയാൻ ഡോക്ടർ പരിശ്രമിച്ച് സ്റ്റെതസ്കോപ്പ് കൊണ്ട് ചെക്ക് ചെയ്ത് പൾസ് പിടിച്ച് നോക്കി, വാ തുറന്നു, നാക്ക് നീട്ടി, പല്ല് കാട്ടി, ശ്വാസം പിടിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം 3 ഗുളിക കുറിക്കുന്നു. 1 കാലത്തും, 1 ഉച്ചയ്ക്കും, 1 വൈകിട്ടും. അത് പറയുമ്പോൾ ഞാൻ തിന്നില്ലെങ്കിലോ എന്ന് നീ ചോദിച്ചാൽ ഈ രോഗിയെ വേറെ ആശുപത്രി വിടാൻ പറയും. കാരണം ഇവിടെ അല്ല. കാരണം എന്ത്? രോഗിയുടെ മേൽ അധികാരം വൈദ്യനാണ്, വിദ്യാർത്ഥിയുടെ മേൽ അധികാരം അധ്യാപകനാണ്, പടയാളികളുടെ മേൽ അധികാരം ക്യാപ്റ്റനാണെങ്കിൽ സകല ജനത്തിന്മേലും അധികാരം യേശുവിനാണ്. നിന്റെ മൂക്കിലോടുന്ന ജീവശ്വാസം ഊതിത്തന്ന ദൈവം ആലോചിച്ച് കൽപ്പിച്ചതാണ് ജലത്തിലെ സ്നാനം. ആകയാൽ നീ ഏൽക്കാതെ നിവൃത്തിയില്ല. മാനസാന്തരപ്പെട്ട ദേഹിയെ, എന്റെ പഴയ പാപപ്രകൃതിക്ക് ഞാൻ മരിച്ചിരിക്കുന്നു. ആ പഴയ പാപപ്രകൃതിയെ ജലക്കല്ലറയിൽ ഞാൻ കുഴിച്ചിടുന്നു. ഞാൻ യേശുവിനോടുകൂടെ ഉയർത്തിരിക്കുന്നു. അതിന്റെ തെളിവാണ് ജലത്തിലെ സ്നാനം. പിതാവിനോടുള്ള ഉടമ്പടിയായിരുന്നു യേശുവിന്റെ സ്നാനം. പിതാവേ, എന്നെ അയച്ച വേല നിവർത്തിപ്പാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. ഞാൻ ലോകത്തിൽ വന്നു ജീവനെ കൊടുത്ത് മരിക്കുവാനും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുവാനും ഞാൻ ഒരുക്കമായിരിക്കുന്നു. പിതാവിനോടുള്ള ഉഭയസമ്മതത്തിന്റെ പ്രതീകമായി യേശു സ്നാനം പെട്ടു. നീയും ഞാനും സ്നാനമേൽക്കുന്നത് യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു. ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് ദ ഇന്നർ ഫെയ്ത്ത്. ആന്തരിക വിശ്വാസത്തിന്റെ ബാഹ്യ പ്രകടനമാണ് സ്നാനം. അങ്ങനെയെങ്കിൽ മടിച്ചു നിൽക്കാതെ മുന്നോട്ട് വരൂ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചാൽ മറുപടി പറയാനും എനിക്ക് അധികാരമില്ല. ഒരു പോസ്റ്റ്മാന്റെ ജോലി മാത്രമേ ഉള്ളൂ. നല്ല ഗ്രീറ്റിംഗ് കാർഡുകൾ, ലെറ്റേഴ്സ് ഒക്കെ കൊണ്ടുവരുന്ന പോസ്റ്റ്മാനാ. ഫാദർ സീരിയസ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്നുള്ള ടെലിഗ്രാം കൊണ്ടുവരുന്നു. അത് വായിച്ചിട്ട് ഞാൻ പോയില്ലേ നീ എന്തു ചെയ്യും എന്ന് പോസ്റ്റ്മാനോട് ചോദിച്ചാൽ അവന് മറുപടിയില്ല. നിന്റെ അപ്പനെ കാണേ പോ, ഇത് മാത്രമേ പറയത്തുള്ളൂ. ഇങ്ങനെയെങ്കിൽ ഇക്കഴിഞ്ഞ 3 ദിവസങ്ങളിൽ എന്റെ ദൈവം എന്നെ ഒരു പോസ്റ്റ്മാനായിട്ട് ഈ സ്ഥലത്തേക്ക് അയച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ അരുളപ്പാടാണ് ഈ ദിവസങ്ങൾ നിങ്ങൾ കേട്ടത്. മാനസാന്തരപ്പെടൂ, പാപത്തെ വിട്ടകലൂ. മാനസാന്തരപ്പെട്ട് കുടിയിൽ നിന്ന് കയറി വീണ്ടും ജനനം പ്രാപിച്ച് ജലസ്നാനമേറ്റ് നീതിയെ നിവർത്തിക്കൂ. സ്വർഗം മുഴുവൻ നിനക്ക് അനുകൂലമായിരിക്കും. അനുസരിച്ചാൽ അനുഗ്രഹിക്കുന്ന കർത്താവ് ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. മടിച്ചു നിൽക്കാതെ, അറപ്പ് കൂടാതെ ധൈര്യത്തോടെ മുന്നോട്ടിറങ്ങും സഹോദര സഹോദരി. ലോകം മുഴുവൻ നിനക്കെതിരായാലും സ്വർഗത്തിലെ സൈന്യം മുഴുവൻ നിനക്ക് അനുകൂലമായിരിക്കും. അനുസരിക്കുന്നവർക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സ്വർഗം. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദ ലോർഡ്. നിലവിളിക്കൂ, ഉയർത്തപ്പെടും. അനുസരിക്കൂ, നീ ഉയർച്ച പ്രാപിക്കും. ഇനിയും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറക്കൂ. 40-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ വായിക്കൂ. യെശയ്യാ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. ആമേൻ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ആമേൻ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആമേൻ. തളർന്നു പോകാതെ ഓടുവാൻ, ക്ഷീണിച്ചു പോകാതെ നടക്കുവാൻ, കഴുകനെ പോലെ ചിറകടിച്ചുയരുവാൻ യഹോവയെ കാത്തിരുന്ന് നീ ശക്തിയെ പുതുക്കണം. ദൈവത്തിന് സ്തോത്രം. ഇത് ശക്തിയുടെ യുഗമാണെന്ന് ഓർക്കണം. അമേരിക്കയുടെ ശക്തി ഓൾമൈറ്റി ഡോളറിലാണെങ്കിൽ, ചൈനയുടെ ശക്തി ജനസംഖ്യയിലാണെങ്കിൽ, റഷ്യയുടെ ശക്തി ആറ്റം ബോംബിലാണെങ്കിൽ, ഭൂവിലെ വൻകിട രാഷ്ട്രങ്ങളുടെ ശക്തി മിസൈലുകളിലാണെങ്കിൽ, ജർമ്മനിയുടെ ശക്തി ശാസ്ത്രീയ വിജ്ഞാനത്തിലാണെങ്കിൽ, ദൈവസഭയുടെ ശക്തി വിശുദ്ധന്മാരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അതിന് ഷോർട്ട് കട്ടില്ല, കുറുക്ക് വഴിയില്ല. യഹോവയെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കണം. പരിശുദ്ധാത്മാവിന്റെ യുഗമാണിത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 3 വിധ ആത്മാക്കളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഒന്ന് ഹ്യൂമൻ സ്പിരിറ്റ്, മനുഷ്യാത്മാവാണ്. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ശരീരവും പ്രാണനും ആത്മാവും ഒത്തുചേരുന്നതാണ് മനുഷ്യ ജീവിതം, മനുഷ്യൻ എന്ന് പറയുന്നത്. മരിക്കുമ്പോൾ ഈ
ശരീരം മാത്രം ഇവിടെ അവശേഷിപ്പിച്ചിട്ട് നിന്റെ പ്രാണനും ആത്മാവും വേർപെട്ടു പോവുകയാണ്. അത് പോകുന്നതിന് മുമ്പേ നിന്റെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തണം. പോയി കഴിഞ്ഞ് നേർച്ച കാഴ്ചകൾ നയിച്ചത് കൊണ്ടും അതിന് ചുറ്റും നിന്ന് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടും പ്രയോജനമില്ല. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ ന്യായാസനത്തിൽ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. വാഴയ്ക്ക് വളമിടേണ്ടത് കൊല വെട്ടുന്നതിന് മുമ്പാ. വളമിടാൻ മറന്നുപോയി, കട്ടിന്റെ കീഴിലായിപ്പോയി. കൊല വെട്ടി കമ്പോളത്തിൽ കൊണ്ട് വിട്ടു. പിന്നെ ഓർത്തത് വളം ഇട്ടില്ലല്ലോ. പോട്ട് വാങ്ങിച്ചതല്ലേ, വാഴപ്പിണ്ടിയുടെ ചുവട്ടിലോട്ടങ്ങ് ഇട്ടുകൊടുത്തു. ഇതാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. തല പോയി, കൊല പോയി, പിണ്ടിക്ക് വളം ഇടരുത്. ജീവിച്ചിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നതിനുള്ള ദൈവമക്കളുടെ കരങ്ങളെന്ന് കാണട്ടെ. ഞാൻ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. സ്നേഹിതേ, ഈ രാത്രി നീ കേൾക്കുന്ന പ്രസംഗം നിന്റെ ഒടുവിലത്തെ പ്രസംഗമായിരിക്കും. ഒരുപക്ഷെ നാളെ ഈ രാത്രിയിൽ ഇതേ നേരം നീ ഉണ്ടായിരിക്കുമെന്ന് അറിയുന്നില്ല. ജീവന്റെ ഉടയവൻ എണ്ണിവെച്ച നാളും നാഴികയും നീ അറിയുന്നില്ല. യു ഹാവ് എ പ്രഷ്യസ് സോൾ ആൻഡ് സ്പിരിറ്റ്. ഒരു വിലയേറിയ ആത്മാവ് നിനക്കുണ്ട്, ഹ്യൂമൻ സ്പിരിറ്റ്. അത് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകും മുൻപേ ഈ നാളിൽ നിന്റെ സമാധാനത്തിലുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ആത്മാവിന്റെ രക്ഷ പ്രാപിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം. ഹ്യൂമൻ സ്പിരിറ്റ്. രണ്ടാമതൊരു സ്പിരിറ്റ് ഉണ്ട്. വായിക്കൂ എഫെസ്യ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. എഫീഷ്യൻസ് 2:2. രണ്ടാമത്തെ ആത്മാവ്. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, ദ സ്പിരിറ്റ് ദാറ്റ് വർക്കത്ത് ഇൻ ദ ചിൽഡ്രൻ ഓഫ് ഡിസൊബീഡിയൻസ്. ഇതേതൊരു ആത്മാവാ? ഇതിനാണ് ദുരാത്മാവ്. അത് പ്രാപിക്കാൻ ഉപവസിക്കണ്ട, പ്രാർത്ഥിക്കണ്ട, കാത്തിരിപ്പ് നടത്തണ്ട, വേർപെട്ടിരിക്കണ്ട. അവേ ദുരാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, ദുരാത്മാവിനാൽ നിറയ്ക്കണമേ ആരും പ്രാർത്ഥിക്കണ്ട. ഏതൊരു പ്രസംഗം കേൾക്കുമ്പോഴും നീ പറയണം, നന്നായിരുന്നു. എന്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന 2 കള്ളന്മാരോടായിരുന്നു, 2 കള്ളികളോടായിരുന്നു. ഈ 2 കള്ളന്മാരോടായിരുന്നു, 2 കള്ളികളോടായിരുന്നു. അകെ പിച്ചതിനെ ഭയം വൈറ്റെ വലെ ദോച്ചോരോം കേലി. 2 കള്ളന്മാരോട് കള്ളികളോട്, എന്നോടല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ മതി. യോഗം കഴിഞ്ഞ് സകല ബുദ്ധിയേങ്കും ഇന്ന് ദൈവിക സമാധാനം പറയുമ്പോൾ നിന്റെ അകത്ത് കയറും. അനുസരണക്കേട് മാത്രമേ ഉള്ളൂ ഇതിന്റെ യോഗ്യത. മനസ്സിലായോ? സ്പിരിറ്റ് ഓഫ് ഡിസൊബീഡിയൻസ്, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. അതാണ് സർവ്വലോക വ്യാപകമായി ഇന്ന് വ്യാപിക്കുന്നത്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സാറിനോട് ചോദിക്കും, സാർ നാളെ പഠിത്തമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാലേ വരൂ. ഇന്ന് നേരെ തിരിച്ചാ നമ്മുടെ ഇന്ത്യൻ സ്കൂളുകൾ. അറിയാമോ, അധ്യാപകന്മാർ ഓരോ ക്ലാസ്സും കഴിഞ്ഞ് ചോദിക്കും, പിള്ളേരെ നാളെ പഠിത്തമുണ്ടോ? എന്താ, അവരെ അനുവദിച്ചെങ്കിലേ ഇയാൾക്ക് വരാൻ പറ്റത്തുള്ളൂ. അറിയാമോ? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. Children, listen, obey your parents. This is good in the sight of the Lord. ദൈവത്തിന് സ്തോത്രം. അനുസരണമില്ലാത്ത മക്കൾ, ഫ്രീഡം, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന മക്കൾ. അറിയാമോ കുഞ്ഞുങ്ങളെ, ഇംഗ്ലീഷ് സ്കൂളിൽ പോയി ഗ്രാമറൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പപ്പായുടെ ഇംഗ്ലീഷിന് ഗ്രാമർ ഇല്ല, വെക്കാബുലറി മോശം, ഗ്രാമർ മോശം. എന്നാൽ നിന്നെ സ്കൂളിൽ കൊണ്ടിരുത്തിയതും നിനക്ക് ജന്മം നൽകി നിന്നെ പഠിപ്പിച്ചതും നിന്റെ സ്നേഹനിധിയായ പിതാവും മാതാവുമാണ്. ആമേൻ. കുഞ്ഞുങ്ങളെ, വർഷം കഴിയും തോറും ക്ലാസ് റൂംസ് മാറാം, ടീച്ചേഴ്സിനെ മാറാം, സിലബസ് മാറാം, ടെക്സ്റ്റ് ബുക്ക് മാറാം. പക്ഷെ നിന്റെ അപ്പനെയും അമ്മയും നിനക്ക് മാറാൻ കഴിയുകയില്ല. Yesterday they were with you, today they are with you, tomorrow they will be with you. Praise the Lord. Obey your parents. ഒരു ചെറുക്കം പറയുക, ഈ അപ്പൻ ഉണ്ടായ ശേഷം എനിക്ക് ഗുണം പിടിച്ചിട്ടില്ലെന്ന്. അത്ര ജാതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. I never enjoyed my life ever since Papa was born. അപകടമാണ് മക്കളെ. ദൈവത്തിന് സ്തോത്രം. പ്രായമുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രസ്താവിക്കട്ടെ, നിന്റെ മാതാവും പിതാവും ജീവനോടിരിക്കുന്നിടത്തോളം കാലം അവരോട് നിനക്ക് കടപ്പാടുണ്ട്. ടെലിഫോൺ ചെയ്യാൻ, കത്തുകൾ അയക്കുവാൻ, ഗ്രീറ്റിംഗ്സ് അയക്കാൻ, ഫോണിൽ ബന്ധപ്പെടാൻ, ആധുനികമായ സകലവിധ സജ്ജീകരണം ഉണ്ടായിട്ടും നിന്റെ പിതാവിനോടും മാതാവിനോടും നീ സംസാരിച്ചിട്ട് എത്ര നാളായി? എന്ത് പ്രശ്നമുണ്ടായാലും നിനക്ക് അവരോടുള്ള കടപ്പാട് നീ മറന്നു കളയരുത്. ആമേൻ, ആമേൻ, ആമേൻ. ഏത് വ്യത്യസ്തമായ വിശ്വാസത്തിൽ നിൽക്കുന്നെങ്കിലും ജഡപ്രകാരം ജനിപ്പിച്ച മാതാപിതാക്കളോട് ജഡപ്രകാരം എന്നുള്ള കടപ്പാടുകൾ നിവർത്തിച്ചുകൊണ്ടിരിക്കണം. ആത്മീയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആ സ്വർഗസ്ഥ പിതാവിനെ ആത്മീയ കാര്യങ്ങൾക്കനുസരിക്കണം. എന്നാൽ ജഡപ്രകാരമുള്ള മാതാപിതാക്കളോട് കടപ്പാട് നിവർത്തിക്കണം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ.
അനുസരണമില്ലാത്ത ലോകം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കർത്താവിൽ ഉചിതമാകുമെണ്ണം അനുസരിപ്പീൻ, കീഴടങ്ങിയിരിപ്പീൻ. സഹോദരി, അനുസരണം ശാപമല്ല, അനുസരണം ഒരു അനുഗ്രഹമാണ്, അത് വിധേയത്വമാണ്. പക്ഷേ അത് ദാസ്യത്വമല്ല, അടിമത്വമല്ല എന്ന് ഓർക്കണം. വിശുദ്ധ വേദപുസ്തകം മാത്രമാണ് സ്ത്രീയുടെ അടിമത്വം, ദാസ്യത്വം മാറ്റി കൊടുത്തത്. വേദപുസ്തകത്തിന്റെ വെളിപ്പാട് ലഭിക്കും മുൻപേ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, ഒരിക്കലും സ്വാതന്ത്ര്യമില്ല എന്ന് മതങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യൻ മതം അതിന് മുൻനിരയിൽ നിന്നു. ജനനം മുതൽ കല്യാണം കഴിപ്പിക്കുന്നവരെ സ്ത്രീ പിതാവിന്റെ അടിമ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് മരിക്കുന്നത് വരെ ഭർത്താവിന്റെ അടിമ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ അടിമ. അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇരുന്നു കൊള്ളണം. ആദ്യം പിതാവിനും പിന്നെ ഭർത്താവിനും പിന്നെ മക്കൾക്കും അടിമയാണെന്ന് വിചാരിച്ച് അടിമത്വ ചങ്ങലയിൽ അവളെ തളച്ചിട്ടത് വിശുദ്ധ വേദപുസ്തകം മാറ്റി എഴുതി. ഷീ ഈസ് നോട്ട് എ സ്ലേവ്, ഷീ ഈസ് നോട്ട് എ സെർവന്റ്, ഷീ ഈസ് യുവർ കമ്പാനിയൻ ആൻഡ് വൈഫ് ഓഫ് ദൈ കവനന്റ്. അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. ധർമ്മപത്നി എന്ന് പറഞ്ഞാൽ ധർമ്മം കൊടുക്കുന്ന പത്നി എന്നല്ല. ഷീ ഈസ് ദ വൈഫ് ഓഫ് ദൈ കവനന്റ്. നിന്റെ ഉഭയസമ്മതത്തിന്റെ ഭാര്യ നിന്റെ കൂട്ടാളിയാണ്, അടിമയല്ല, ദാസിയല്ല, കൂട്ടാളിയാണെന്ന് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചെന്ന് കേട്ട ഉടൻ ആദ്യം അറിയേണ്ടത് ഇന്ന ആര് പ്രസവിച്ചു എന്ന് കേട്ട ഉടൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? എന്ത് കുട്ടി, എന്താ ഇത്ര ധൃതി? ആദ്യം ചോദ്യര് നോർമലാണോ സിസേറിനാണോ, പിന്നെ ചോദ്യര് ഹോസ്പിറ്റലാണോ വീട്ടിലാണോ, പിന്നെ ചോദ്യര് അപ്പനെ പോലാണോ അമ്മയെ പോലാണോ, പിന്നെ ചോദ്യര് എന്ന് തിരിച്ചു വരുമെന്ന്, പിന്നെ ചോദ്യര് എത്ര കിലോ വെയിറ്റ് ഉള്ളത്, പിന്നെ ചോദ്യര് ആണാന്നോ പെണ്ണാന്നോ എന്ന്. ചരിത്രത്തിൽ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. ആദ്യം അറിയണം എന്ത് കുട്ടി. ഓ ആൺകുട്ടി കേട്ടാൽ ദൈവമേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. പെൺകുട്ടി എന്ന് കേട്ടാൽ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പോൾ if a boy is born, thy name be glorified. If a girl is born, thy will be done. 5 പെൺപിള്ളാരെ പ്രസവിച്ചിട്ടാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്. ഒടുവിൽ എൻ്റെ മൂത്ത ഒരു സഹോദരി പറഞ്ഞു, അമ്മേ 5 പെൺമക്കളെ ഇവിടെ പ്രസവിച്ചു, ഇനി ഒരു പെണ്ണിനെ പ്രസവിച്ചാൽ ഞാൻ അവളെ എടുത്ത് വാഴക്കുഴി കളയും. ദൈവകരുണ കൊണ്ട് ഞാൻ ഒരാണായി ജനിച്ചു, അതുകൊണ്ട് ഞാൻ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സഹോദരിയെ ദൈവം അനുഗ്രഹിച്ചു. 3 മക്കളെ ദൈവം നൽകി, 3 പെൺമക്കളാണ്. ഒന്നിനെ പോലും വാഴക്കുഴിയിൽ കളഞ്ഞില്ല. അവരെല്ലാവരും അമേരിക്കയിൽ പൗരത്വം സ്വീകരിച്ചു. ആൺമക്കളെ മാത്രമല്ല പെൺമക്കളെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. മക്കളെ യഹോവ നൽകുന്ന അവകാശമാണ്. ആൺമക്കളോടൊപ്പവും ചിലപ്പോൾ അതിനേക്കാൾ ഉപരിയും സ്ത്രീത്വത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഭരണസാരഥ്യത്തിലും ആത്മീയ ഗോളത്തിലും കേരളത്തിലെ KR ഗൗരിയമ്മയും മദ്രാസിലെ ജയലളിതയും UP-യിലെ മായാവതിയും ബീഹാറിലെ രാബറി ദേവിയും ആമേൻ കൽക്കട്ടയിലെ മദർ തെരേസയും ഡൽഹിയിലെ ഇന്ദിരാഗാന്ധിയും വന്ന സോണിയാഗാന്ധിയും പൊങ്ങി വരുന്ന പ്രിയങ്ക ഗാന്ധിയും ഇന്നത്തെ ഷീലാ ദീക്ഷിത്തും പാകിസ്ഥാനിലെ ബനാസിർ ഭൂട്ടോയും ഇംഗ്ലണ്ടിലെ മാർഗരറ്റ് താച്ചറും ആരെ വനിതകളായിരുന്നുവെങ്കിൽ മക്കളെ ആൺമക്കളെയും പെൺമക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഷീ ഈസ് നോട്ട് എ സ്ലേവ്, ഷീ ഈസ് നോട്ട് എ സെർവന്റ്, ഷീ ഈസ് ദൈ കമ്പാനിയൻ ആൻഡ് വൈഫ് ഓഫ് ദൈ കവനന്റ്. അങ്ങനെയെങ്കിലും ഒബീഡിയൻസ് ഈസ് ഗ്രേറ്റ്, ഇറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ വൈഫ്. ഏത് സ്ത്രീയുടെയും തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവമെങ്കിൽ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. ഭർത്താവിന്റെ മീതെ നിന്റെ ശബ്ദം ഉയർത്തുവാൻ ഇടയാകരുത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ദൈവം വെച്ച വ്യവസ്ഥയാണ്. അതിന് 3 ന്യായങ്ങൾ കാണാം. 1 തിമോഥെയോസ് 2 ഒടുവിലത്തെ വാക്യങ്ങൾ, ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലകപ്പെട്ടത്. സൃഷ്ടിപ്പിൽ അവൾക്ക് 2ാം സ്ഥാനം, പാപം ചെയ്തതിൽ 1ാം സ്ഥാനം, പിന്നെ വാരിയലിന്റെ ഒരു വളവ്. ഇത് 3 കൂടെ ചേരുമ്പോൾ വിധേയത്വം സ്ത്രീക്കൊരു ഭൂഷണമാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അതുകൊണ്ട് മോനെ നീ പോകണ്ടടാ എന്ന് പിതാവ് പറയുമ്പോൾ ഇല്ല നീ പോടാ എന്ന് പറയരുത്. പിന്നെ തിരിച്ചു പറയണം, അച്ചായ അവനെ വിടൂ എന്ന് പറയത്തക്ക ഒരു മനോഭാവം. ബിൽഡിംഗ് ഫണ്ടിന് 500 ദിർഹംസ് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇല്ല 1000 ദിർഹംസ് കൊടുക്കാം നീ കയറി പറയരുത്. അതുകൊണ്ട് സഹോദരി, ഒരു പക്ഷേ ശമ്പളം നിനക്കായിരിക്കും കൂടുതൽ, ആരോഗ്യം നിനക്കായിരിക്കും കൂടുതൽ, സൗന്ദര്യം നിനക്കായിരിക്കും കൂടുതൽ, നീളം നിനക്കായിരിക്കും കൂടുതൽ, ചിലപ്പോൾ പ്രായവും നിനക്കായിരിക്കും കൂടുതൽ. എന്നാലും നിന്റെ ഭർത്താവിനെ അനുസരിക്കുന്നത് നിനക്കൊരു ഭൂഷണമാണ് മോളെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം വെച്ച വ്യവസ്ഥയാണ്. നിന്റെ ശിരസായി ഇവനെ കാണണം. അത് പറയുവാനൊരു മെത്തേഡ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് കൂടുതൽ
കൊടുക്കണമെങ്കിൽ അകത്തോട്ടൊന്ന് കൈ കാണിച്ച് കണ്ണ് കാണിച്ച് വിളിക്കണം. അകത്ത് ചെല്ലുമ്പോൾ 1000 കൊടുത്താട്ടെന്ന് പറയുമ്പോൾ അവന്റെ തല ഉയർന്നു നിന്നു, നിന്റെ കാര്യം നേടുകയും ചെയ്തു. ഇങ്ങനെയെങ്കിൽ ഈ പരിജ്ഞാനം നിനക്കുണ്ടായിരിക്കണം. നിന്റെ ശിരസായി തലയായി ഭർത്താവിനെ കാണുവാനിടയാകണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഭർത്താക്കന്മാരെ, നിങ്ങൾക്കും ദൈവത്തിന്റെ വചനം അനുസരിപ്പാൻ കടപ്പാടുണ്ട്. സ്ത്രീയുടെ സൗന്ദര്യമല്ല, ആരോഗ്യമല്ല, ശമ്പളമല്ല, സ്ത്രീധനമല്ല. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കണം. മനോഹരമായ കാർക്കൂന്തലുകൾ അതേ ഇളകിപ്പോകാം, കൊഴിഞ്ഞു പോകാം, തലമുടി വെളുത്തു പോകാം, പല്ലുകൾ ഇളകിപ്പോകാം, തൊണ്ട വരണ്ടു പോകാം, നാവ് കുഴഞ്ഞു പോകാം, ജരാനരകൾ ബാധിക്കാമെങ്കിലും അവളുടെ സൗന്ദര്യവും ആരോഗ്യവും ശമ്പളവും കൊണ്ടുവരുന്ന സ്ത്രീധനവും അല്ല, അവളുടെ വ്യക്തിത്വത്തെയാണ് നീ സ്നേഹിക്കേണ്ടത്. പാപികളായിരിക്കുമ്പോൾ തന്നെ, അധർമ്മികളായിരിക്കുമ്പോൾ തന്നെ, ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന് നിന്നെ സ്നേഹിപ്പാൻ കഴിഞ്ഞെങ്കിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിന്റെ സ്വന്തം കൂട്ടാളിയെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ഈ അനുസരണക്കേടിന്റെ ആത്മാവിനെ നിന്നെ മാറ്റണമെന്ന് രാത്രി. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിന്റെ പങ്കാളിയാണ്. 25 ലക്ഷം രൂപയും മാരുതി കാറും സ്ത്രീധനം കൊണ്ടുവരുന്ന ഒരു മുതുപിശാചിന്റെ മൂത്തമോൾ കുട്ടിപ്പിശാചാണെങ്കിൽ നിനക്ക് എന്നാ പ്രയോജനം? അടിയായി, മേളമായി, സന്ധിയായി, ഉഷസുമായി 1-ാം ദിവസം, ചവിട്ടായി, തൊഴിയായി, ചീത്തപറച്ചിലായി 2-ാം ദിവസം, ഇങ്ങനെ നരകതുല്യമായി തീരും. പക്ഷേ 25 ലക്ഷം രൂപയല്ല, മാരുതി കാറുമല്ല, വേദപുസ്തകം പിടിച്ചുകൊണ്ട് ദൈവഭക്തിയുള്ള ഒരു ദൈവമകൾ നിന്റെ വീട്ടിൽ വരുന്നതൊരു ഭാഗ്യമായി കാണുവാൻ ഭർത്താവേ നിന്റെ കണ്ണ് തുറക്കട്ടെ. She is not a slave, she is not a servant, she is your companion. ഒരുമിച്ച് ജോലിക്ക് പോകുന്ന ഭർത്താവും ഭാര്യയുമാണെങ്കിൽ ഒരുമിച്ച് തന്നെ അടുക്കളയ്ക്കകത്തും കയറണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. രണ്ടുപേരും ജോലിക്ക് പോയി, രണ്ടുപേരും ജോലി കഴിഞ്ഞ് വന്നപ്പം ഭർത്താവ് ഫാനിന്റെ കീഴിൽ ഇരുന്ന് കാറ്റുകൊള്ളുക, ഭാര്യ മാത്രം അടുക്കളയിൽ കയറുക. ഇതേത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? ഭർത്താവേ, രണ്ടുപേരും ഔട്ടിപ്പോയി ജോലി ചെയ്താൽ രണ്ടുപേരും ഇൻസൈഡിൽ ഒന്ന് വായിച്ച 2 രാജാക്കന്മാർ 21-ാം അധ്യായം 13-ാം വാക്യം. ഇവിടെ പാത്രം കഴിയുന്ന ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 രാജാക്കന്മാർ 21-13 വായിച്ചേ. ഞാൻ യെരൂശലേമിന്മേൽ ശമര്യയുടെ അളവുനൂലും ആഹാബ് ഗ്രഹത്തിന്റെ തൂക്കുകട്ടയും പിടിക്കും. അടുത്ത വാചകം. ഒരുത്തനൊരു തളയ തുടയ്ക്കുകയും. ഒരുത്തിന്നല്ല, ഒരുത്തൻ തളിയ തുടക്കി. ആണുങ്ങൾക്കും പാത്രം കഴിവാന്നല്ലേ, മനസ്സിലായോ? വാഷിംഗ്. പിന്നീട് എന്തോ ചെയ്യുന്നു? അടുത്തത് തുടച്ച ശേഷം അത് കവിഴ്ത്തി വെക്കുകയും പോകുന്നല്ല. വാഷിംഗ് ദ ഡിഷ്, വൈപ്പിംഗ് ദ ഡിഷ്, തളിക കഴുകുകയും അത് തുടയ്ക്കുകയും അത് കവിഴ്ത്തി വെക്കുകയും ചെയ്യുന്നത് പോലെ ഞാൻ യെരൂശലേമിനോട് ചെയ്യുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അടുക്കള കുഷ്ഠം, അടുക്കള നികൃഷ്ടം എന്ന് വിചാരിക്കരുത്. ആമേൻ. നീയും ഭാര്യയും ഒരുമിച്ച് വെളിയിൽ പോയാൽ, ഒരുമിച്ച് മടങ്ങി വന്നാൽ 2 പേർക്കും കിച്ചണിലും ജോലി ചെയ്ത് നിന്റെ കൂട്ടാളിത്തം വെളിപ്പെടുത്താം. ഒറ്റ പുരുഷന് സ്തോത്രം പറയുന്നുമില്ല. സ്തോത്രമുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാളെ മുതൽ പാത്രം കഴിക്കാനായിട്ട് നീ ഇട്ടേക്ക് വരുത്. പ്രത്യുത നിന്റെ കടപ്പാടുകൾ വിശ്വസ്തയോടെ നിവർത്തിക്കൂ. ആവശ്യം വരുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന ഭർത്താവ്, അനുസരണമുള്ള ഭാര്യയും ഒരുമിച്ച് കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന സ്ഥലമാണ് കുടുംബം. ആമേൻ. അതിനെ സ്വർഗതുല്യമാക്കാൻ, നരകതുല്യമാക്കുവാൻ നിനക്ക് കഴിയും. ആകയാൽ മക്കളെ, അമ്മയപ്പന്മാരെ അനുസരിപ്പീൻ, വിദ്യാർത്ഥികളെ അധ്യാപകരെ അനുസരിപ്പീൻ, ഭാര്യമാരെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ, ഭർത്താക്കന്മാരെ നിങ്ങൾ ദൈവവചനത്തെ അനുസരിപ്പീൻ, ദൈവസഭയെ നിങ്ങളെ നടത്തുന്ന അധ്യക്ഷന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ, അധ്യക്ഷന്മാരെ നിങ്ങളുടെ മേലധികാരികൾക്ക് കീഴടങ്ങിയിരിപ്പീൻ, പ്രജകളെ രാജാക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. എല്ലാ മനുഷ്യരും ശ്രേഷ്ഠാധികാരികൾക്ക് കീഴടങ്ങട്ടെ. അനുസരണക്കേടിനും ആത്മാവിനോട് ഇന്ന് രാത്രി വിട പറയാം. വചനപ്രകാരം അനുസരിപ്പാൻ തയ്യാറാകുമെങ്കിൽ കരങ്ങളിൽ ഉയർത്തി സ്തോത്രം ചെയ്യാം. ആക്ട്സ് 5:32. ഇനിയും 3-ാമത്തെ ആത്മാവെന്ന് മനുഷ്യാത്മാവ്, 2 ദുരാത്മാവ് അഥവാ അനുസരണക്കേടിന്റെ ആത്മാവ്. 3-ാമത്തത് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 32-ാമത്തെ വാക്യം വായിക്കൂ. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ് സാക്ഷികളാകുന്നു. 3-ാമത്തെ ആത്മാവ് ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്. മാനസാന്തരപ്പെട്ട് നിങ്ങൾ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. യേശു കർത്താവ് സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. അങ്ങനെയെങ്കിൽ തങ്കപ്രാവ് ആരുടെ മേൽ ഇറങ്ങുന്നു? അനുസരിക്കുന്നവരുടെ മേലാണ് ഈ പ്രാവ് ഇറങ്ങുന്നത്. എവിടെയാണ് ഈ പ്രാവിനെ ആദ്യം കാണുന്ന ഓർമ്മയുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിന്റെ 8-ാമത്തെ അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കൂ. ഭൂതലം ഉണങ്ങിയോ എന്ന് കാണുവാൻ നോഹ പെട്ടകത്തിൽ നിന്ന് പ്രാവിനെ വിട്ടു. പോയ ശേഷം നിലത്തെങ്ങും കാലുവെക്കാതെ ആ പ്രാവ് തിരികെ വരുന്നു. തീർന്നില്ല, 7 ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രാവിനെ പിന്നെയും വിട്ടു. അതെന്തുകൊണ്ടാ വന്നെന്ന് ഓർമ്മയുണ്ടോ?
ഒരു ഒലിവിലയുമായി മടങ്ങി വന്നു. കഥ തീർന്നില്ല. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പ്രാവിനെ പിന്നെയും വിട്ടു. ആ പ്രാവ് പിന്നെ അവന്റെ അടുക്കൽ മടങ്ങി വന്നില്ല. പരിശുദ്ധാത്മാവെന്ന തങ്കപ്രാവും ഇതുപോലെ 3 യുഗങ്ങളിൽ ഡിസ്പെൻസേഷനിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്പർ 1, ഹോളി സ്പിരിറ്റ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് ടൈം. പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവെന്ന പ്രാവ് താഴോട്ട് വന്നു. പക്ഷെ നിലത്തെങ്ങും കാല് വെച്ചില്ല. സ്പെഷ്യൽ ഡ്യൂട്ടി, ടെമ്പററി ഡ്യൂട്ടിക്ക് ഗിദെയോന്മേൽ വന്നു, ശൗലിന്മേൽ വന്നു, ദാവീദിന്മേൽ വന്നു. ഇങ്ങനെ വരിക പോകുക. പെർമനന്റ് അഡ്രസ് ഈ പ്രാവിൻ്റെത് സ്വർഗം തന്നെയായിരുന്നു. അതിനുശേഷം യേശുക്രിസ്തുവിന്റെ കാലത്ത് ഈ പ്രാവ് ഇറങ്ങി വന്നു. അവന്റെ മേൽ തന്നെ വന്നിരുന്നു. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. 3.5 കൊല്ലം അഭിഷിക്തനായി ഈ പ്രാവ് ക്രിസ്തുവിനോട് കൂടെ ആ അഭിഷേകത്തിന് ശുശ്രൂഷ ചെയ്യിച്ചു. ഒരു ഒലിവിലയും കൊണ്ട് പ്രാവ് തിരികെ പോയതുപോലെ യേശുവിനോടുകൂടെ ഈ പ്രാവ് അങ്ങ് തിരികെ പോയി. 3ാമത് ഈ പ്രാവിനെ തുറന്നു വിട്ടത് പെന്തക്കോസ്ത് നാളിലായിരുന്നു. ആ പ്രാവ് ഇന്ന് വരെ പോയിട്ടില്ല. ഇന്ന് രാത്രി നമ്മുടെ നടുവിലും പറന്നു നടക്കുക. നമ്മുടെ കരങ്ങളിൽ ഉയർത്തി പ്രാവിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യോ. ദൈവവൈതലേ, ഈ പ്രാവ്, തങ്കപ്രാവിന്റെ ചിറകടി ഈ രാത്രിയിൽ വിശുദ്ധന്മാർ അവരുടെ കാതുകളിൽ കേൾക്കുന്നു. ഞാൻ എന്റെ കാതുകളിൽ കേൾക്കുന്നു. ഈ പ്രാവിന് തിരികെ പോകുന്നെങ്കിൽ ഇനിയും ദൈവസഭയം കൊണ്ട് മാത്രമേ പോവുകയുള്ളൂ. ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവെന്ന വിഷയം കുറച്ചുകൂടെ വിശദമായി അടുത്ത തിങ്കൾ, ചൊവ്വ, ബുധൻ 3 രാത്രികളിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഷാർജായിൽ സംസാരിക്കുന്നത് കൊണ്ട് ആ വിഷയം ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവെന്ന തങ്കപ്രാവിന്റെ യുഗമാണിത്. ഈ ആത്മാവിന്റെ ആ തങ്കച്ചിറകടി കേൾക്കുവാൻ നിന്റെ കാതുകളെ തുറന്നെങ്കിൽ കൊള്ളായിരുന്നു. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. കാത്തിരിക്കൂ, ശക്തി പ്രാപിക്കും, കഴുകനെ പോലെ നീ ചിറകടിച്ചുയരും. ഇനിയും മത്തായി സുവിശേഷം 23-ാം അധ്യായം 12-ാം വാക്യം, ഉയർച്ചയുടെ 4ാമത്തെ പടി വേഗം വായിക്കൂ. മാത്യു 23:12. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ആമേൻ. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. SIN. പാപത്തിന് ഇംഗ്ലീഷിൽ സിൻ. അതിൽ എസിനൊരു വളവുണ്ട്, എന്നിനൊരു കുനിവും നൂരുമുണ്ട്. എസിന്റെയും എന്നിന്റെയും ഇടയിലെ അക്ഷരം എന്തുവാ? ഞാൻ സ്റ്റഡിയായി നിൽക്കുന്നു. പാപത്തിന്റെ കേന്ദ്ര ബിന്ദു ഞാൻ അകംഭാവമാണ്. ഞാൻ അത്യുന്നതനോട് സമനാകും, മേഘോരതകൾക്ക് മീതെ കയറും, നക്ഷത്രങ്ങളുടെ ഇടയിൽ കൊണ്ട് കൂടിവെക്കും, ഉത്തര ദിക്കിന്റെ അതിർത്തിയായ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും എന്നാക്രോശിച്ച, സ്വയം നിഗളിച്ച ലൂസിഫറിനെ, അരുണോദയ പുത്രനായ ശുക്രനെ പാതാളത്തിലേക്ക് താഴ്ത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കൊരു പേരുണ്ടാക്കാം എന്ന് പറഞ്ഞ് പണി തുടങ്ങിയ നിമ്രോദിന്റെയും അനുയായികളുടെ പേരെ അഡ്രസ് ലിസ്റ്റിൽ നിന്ന് മാറ്റി ഭാഷ കലക്കി ചിതറിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. അവന്റെ ദാസന്മാരായി ഞങ്ങൾ പണിയുമെന്ന് പറഞ്ഞ നെഹമ്യാവിന്റെ പണിയെ വിജയിപ്പിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. മഹത്വത്തിനല്ല, ദൈവമഹത്വത്തിനായി തീരട്ടെ. എന്ന നാമം വിളിക്കപ്പെട്ട എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തട്ടെ, മുഖം അന്വേഷിക്കട്ടെ, ദുർമാർഗം വിട്ടുതിരിയട്ടെ, ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ. ദേശത്തിന് സൗഖ്യം വരുവാൻ പോകുകയാണ്. താഴുവാൻ മനസ്സുണ്ടെങ്കിൽ ഹോവേ ആരാധിക്കണം. അവൻ ആർ എന്ന് ചോദിച്ച പറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട് മര്യാദ പഠിപ്പിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. യഹോവയ്ക്ക് മഹത്വം കൊടുക്കാത്ത ഹേരോദാ രാജാവിനെ കസേരയിൽ നിന്ന് തള്ളി താഴെയിട്ട് കൃമിക്കിരയാക്കി കൊന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിഗളിയായ ഉസിയാവിന്റെ തലയ്ക്ക് നെറ്റിയിൽ കുഷ്ഠം പിടിപ്പിച്ച് ആജീവനാന്തം കുഷ്ഠരോഗിയാക്കി മാറ്റി തലമുറകളെ പോലും ശപിച്ച ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഈ രാത്രി താഴുക, ഈ രാത്രി വിനയപ്പെടുക. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. മനുഷ്യരുടെ നിഗളിച്ച കണ്ണു താഴും, മനുഷ്യരുടെ നിഗളിച്ച കണ്ണ് താഴും, പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും, പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും. മാത്രം നാളിൽ ഉന്നതനായിരിക്കും. മീശ ചുരുട്ടി, മുഷ്ടി ചുരുട്ടി, പല്ല് കടിച്ച്, മസിൽ കാട്ടി, നിലത്തിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഞാൻ ആരാന്ന് നിനക്കറിയാമോടാ? അറിയാം. 103-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട് മനുഷ്യന്റെ ആയുസ് കുറച്ച് പറ പുല്ലുപോലെ. ഡൽഹിയിൽ MK ചാക്കോച്ചൻ അപ്പച്ചൻ എന്ന് പറയുന്ന ഒരു മഹാനായ ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വാക്യം വായിച്ച് പ്രസംഗിക്കും. ഹമാരാ പ്രൈം മിനിസ്റ്റർ ഒക്കെ ബഡാ ഖാസ്, തൂ ഏക് ഛോട്ടാ ഖാസ്. നമ്മുടെ പ്രധാനമന്ത്രി ഒരു വലിയ പുല്ല്, നീ ഒരു കൊച്ചു പുല്ല്. പിന്നെ MA പുല്ല്, BA പുല്ല്, BD പുല്ല്, IAS പുല്ല്, MTech പുല്ല്.
എല്ലാം പുല്ല്. അതുകൊണ്ട് നാളെ ആരെങ്കിലും കാണുമ്പോൾ പുല്ലെന്ന് വിളിക്കല്ലേ. അയ്യോ, പക്ഷേ നീ ഓർക്കണം, നിന്റെ കയ്യിലെ ബിരുദത്തിന് വിലയുണ്ടെങ്കിലും നിന്റെ മൂക്കിലോടുന്ന ജീവശ്വാസം ഇന്നല്ലെങ്കിൽ നാളെ പുല്ലുപോലെ മാറിപ്പോകുന്നതാണ്. തോട്ടത്തിലെ പൂവല്ല, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അതിന് കൊടുങ്കാറ്റ് വേണ്ട, പെരുങ്കാറ്റ് വേണ്ട, ചുഴലിക്കാറ്റ് വേണ്ട, ഈശാനമൂലം കാറ്റ് വേണ്ട, നിസ്സാരമായൊരു കാറ്റ് മതി നിന്റെ ശ്വാസം നിൽക്കുവാൻ. ഇന്ന് രാത്രിയിൽ മുറിപൂട്ടി താക്കോൽ പോക്കറ്റിലിട്ട് വന്നിരിക്കുന്ന സഹോദര സഹോദരി, നീ അതേ വീട്ടിൽ തന്നെ തിരികെ ചെന്ന് മുറി തുറന്ന് കയറുമെന്ന് എന്താണ് ഗ്യാരണ്ടി? നീ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേൽക്കണമോ? എന്റെ ദൈവം അനുവദിച്ചാലേ നീ ഇന്ന് രാത്രി എഴുന്നേൽക്കും. അവനെ ഭയപ്പെടുക, ഭയപ്പെടുക, തന്നെത്താൻ താഴ്ത്തുക, കർമ്മ സാഫല്യങ്ങളിൽ വീരകൃത്യങ്ങളിൽ പ്രശംസിക്കാതിരിക്കുക. 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം കൂടെ വായിച്ചു നോക്കൂ. അപ്പോൾ മനുഷ്യന്റെ ഗർഭം കുനിയും, മനുഷ്യന്റെ ഗർഭം കുനിയും, പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും, പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും. മാത്രം യഹോവ മാത്രം നാളിൽ ഉന്നതനായിരിക്കും. ആമേൻ. 11-ാം വാക്യത്തിലും 17-ാം വാക്യത്തിലും പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു കുഴപ്പം വരില്ല എന്ന് വിചാരിക്കല്ലേ മക്കളെ. അത് ആദ്യം ദൈവം പുരുഷനെ സൃഷ്ടിച്ചത് കൊണ്ട് ആദ്യം പുരുഷന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നീടല്ലേ സ്ത്രീയെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അടുത്ത അധ്യായത്തിൽ ആ സ്ത്രീയുടെ കാര്യം പറഞ്ഞത്. 3:16 ചെയ്തെന്നാൽ സിയോൻ പുത്രിമാർ നിഗളിക്കുന്നു, കഴുത്തു നീട്ടുന്നു, ഇടുന്നു, സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. നിഗളം, ഏറുകണ്ണ്, കഴുത്ത് നീട്ടൽ. കഴിഞ്ഞ ആദ്യ രാത്രി ഞാൻ പ്രസ്താവിച്ചതുപോലെ പുത്രന്മാർക്ക് മാത്രമല്ല പുത്രിമാർക്ക് നിഗളമുണ്ട്. അന്ന് സൗന്ദര്യ സംവർത്തക സാധനങ്ങൾ ദൈവം അഴിച്ചു പറക്കാൻ പോകുന്നതിന്റെ പേര് 18 മുതൽ ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവചനം 3-ാം അധ്യായത്തിന് 18 മുതൽ നിഗളത്താൽ ശരീരത്തിലെ ആഭൂഷണ വസ്തുക്കൾ വായിക്കൂ. അന്ന് കർത്താവുടെ കാൽച്ചിലമ്പുകളുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ബ്യൂട്ടി സ്പോട്ട് എന്നറിയപ്പെടുന്ന ഡർട്ടി സ്പോട്ട്, ചന്ദ്രകല, കടകം, കവണി, തലപ്പാവ്, പട്ടുകച്ച, പരിമളപ്പെട്ടി, തകിട്ടുകൂട്, മോതിരം, മൂക്കുത്തി, ഉത്സവവസ്ത്രം, മേലാട, ശൽവ, ചെറുസഞ്ചി, ദർപ്പണം കൂടെ മെലിഞ്ഞു വന്ന് നോക്കുന്ന ആ കൊച്ചു കണ്ണാടിയുടെ കാരം, ആ ദർപ്പണം. അതെ, പിന്നെ സോമപടം, കല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയും മുൻപേ നീക്കിയവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനേക്കാൾ കൂടുതൽ സൗന്ദര്യ സംവർത്തക സാധനങ്ങളായ ആഭൂഷിത വസ്തുക്കൾ കൊണ്ട് നീ അണിഞ്ഞൊരുങ്ങി ടിപ്പ് ടോപ്പായി നടന്നാലും മക്കളെ, നീ ചാകുന്ന ദിവസം സ്വർണത്തിന്റെ കണങ്ങാ കുടുക്ക പോലും ആരും തന്നയിക്കാതെ അരിച്ചു പറക്കി അഴിച്ചു മാറ്റി ക്ലീൻ ചെയ്ത് തനി പെന്തക്കോസുകാരിയാക്കിയിട്ട് പെട്ടിക്കകത്ത് കയറ്റിക്കെടുത്തു. അതിനു മുമ്പേ പെന്തക്കോസിലായവർക്കായി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മണ്ണെ പ്രതിമാണിക്യം വെടിയാതെ സ്വർഗീയമായ അന്തഃപുരത്തിൽ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. The king's daughter is all glorious within. ദൈവ പൈതലേ, സിയോൻ പുത്രിയേ, നിനക്കത് ഭൂഷണമല്ല. നീ ബാബേൽ പുത്രിയല്ല, മിസ്രയീം പുത്രിയല്ല, സോദോം പുത്രിയല്ല. സിയോന്റെ പുത്രിമാർക്ക് മാത്രമേ പ്രമാണമുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രമാകയാൽ നിലവിളിച്ചാൽ ഉയർത്തപ്പെടും, അനുസരിച്ചാൽ ഉയർത്തപ്പെടും, ശക്തി പ്രാപിച്ചാൽ ഉയർത്തപ്പെടും, സ്വയം താഴ്ത്തിയാൽ ഉയർത്തപ്പെടും. നിരവധി സങ്കീർത്തനങ്ങൾ ദാവീദ് ചുമയ്ക്ക് മുൻപാണ് മല്ലനെ കൊന്നതായ ദാവീദ് മല്ലനെ കൊന്നത്. ഇസ്രായേലിന്റെ പേടി സ്വപ്നമായ ഗോലിയാത്തിന്റെ തലയെ അവൻ കൊയ്തെടുത്തു. ഇസ്രായേലിൽ വിജയത്തിന്റെ കൊടി പാറിപ്പറപ്പിച്ച ദാവീദ് പിൽക്കാലത്ത് 75 സങ്കീർത്തനങ്ങൾ എഴുതിയ കൂട്ടത്തിൽ ഏതൊക്കെ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്? മല്ലനെ കൊന്ന ദാവീദിനെ വാഴ്ത്തുവീൻ, അവന്റെ വിരുദ് എന്നേക്കുമുള്ളത്. അയച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ആരെങ്കിലും അങ്ങനെ ഒരു വീരകൃത്യം ചെയ്തിരുന്നെങ്കിൽ അത് ലോകത്തെ അറിയിപ്പാൻ 100 സങ്കീർത്തനം ഉണ്ടാക്കിയേനെ. പക്ഷെ 100ഓളം സങ്കീർത്തനത്തിലും അവന്റെ ആ മല്ലനെ കൊന്ന കാര്യം സൂചിപ്പിക്കാത്തതിന്റെ കാരണം ഇസ്രായേലിൽ ഒരു ദാവീദുണ്ടെന്ന് ലോകം അറിയട്ടെ എന്നല്ല, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകം അറിയട്ടെ. നിന്റെ കർമ്മസാഫല്യങ്ങളിൽ പ്രശംസിക്കരുത്. ലോകത്തിന്റെ കമ്പനികളിൽ, ഓഫീസുകളിൽ, ഫാക്ടറികളിൽ ഒരു ഉദ്യോഗം ലഭിക്കണമെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, യോഗ്യതകളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുചെന്നാൽ മാത്രമേ അഡ്മിഷനും പ്രൊമോഷനും കിട്ടൂ. പക്ഷേ ആ യോഗ്യതകൾ മുഴുവനും കൊണ്ടുചെന്നാൽ പരിഗണിക്കുന്ന ഒറ്റ കമ്പനിയേ ഉള്ളൂ. അവിടെയാണ് ഇന്ന് രാത്രി നീ വന്നു കൂടിയിരിക്കുന്നത്. ഞാൻ യോഗ്യനല്ലെന്ന് പ്രസ്താവിച്ച 4 പേരെ തിരുവഴുത്തിൽ കാണാൻ. നമ്പർ 1 സ്നാപക യോഹന്നാൻ. നിന്റെ ചെരുപ്പിന്റെ വാറ് ചുമപ്പാൻ ഞാൻ യോഗ്യനല്ല, അവനാണ് സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനായി തീർന്നത്. നമ്പർ 2 ശതാധിപൻ. കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ
യോഗ്യനല്ല പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ അകത്ത് കയറി ബാല്യക്കാരന് സൗഖ്യം കിട്ടി. 3 മുടിയൻ പുത്രൻ, അപ്പാ നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ കാലേ ചെരുപ്പ്, കയ്യേ മോതിരം, മുഖത്ത് ചുമ്മനം, മേൽത്തരമായ അങ്കി. 4 പൗലോസാണ്. അതേ, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല. അവനാണ് അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലനായി തീർന്നതെങ്കിൽ നിന്റെ കഴിവുകേടുകളും കുറവുകളും ഇന്ന് രാത്രി സമ്മതിക്കൂ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തിരുസന്നിധിയിൽ താഴ്ത്തു. ദൈവകൃപയുടെ മഴ ഈ രാത്രി നിന്റെ മേൽ ചൊരിയാൻ പോയി. വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യും. അങ്ങനെ തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഇനി നിന്നെ ശാരീരികമായി ഒരു ദിവസം ഉയർത്താൻ പോകുകയാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-ാമത്തെ വാക്യം വേഗം വായിക്കൂ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രത്യാശയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ ആത്മീയമായിട്ടൊന്ന് ഉയർത്തപ്പെട്ടു. നിന്റെ നിലവിളിയിൽ നിന്ന് നാശകരമായ പാപത്തിന്റെ കുഴിയിൽ നിന്നവൻ കരകയറ്റി നിന്നെ അവൻ ഉയർത്തി പാറമേൽ നിർത്തി. ദൈവവചനം അനുസരിപ്പാൻ നിനക്ക് തീരുമാനമുണ്ടായി. നീ ഉയർച്ച തന്നെ പ്രാപിച്ചു. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ആത്മാവിന്റെ ശക്തി നീ പ്രാപിച്ചു. നീ കഴുകനെ പോലെ ഉയർന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ മുഴങ്കാലം മടക്കി തന്നെത്താൻ താഴ്ത്തി അഹങ്കാരങ്ങൾ വിട്ട് ഒരു കുഞ്ഞിനെ പോലെ താഴ്ത്തി നീ ഉയർത്തപ്പെട്ടു. ഇനിയും ഈ ആത്മീയ ഉയർച്ച മാത്രമല്ല, ദൈവമക്കളെ ശാരീരികമായിട്ട് എടുത്തുകൊണ്ട് പോകുവാൻ, മേലോട്ട് ഉയർത്തുവാൻ നമ്മുടെ കർത്താവ് വേഗം വരാൻ പോകുകയാണ്. 1 കോരിന്ത്യർ 15:53 മുതൽ 55 വരെ അന്ന് ലഭിക്കുന്ന ഫ്ലൈയിങ് സൂട്ട് എന്താന്ന് കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. കോരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 53 മുതൽ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? വിശുദ്ധന്മാരുടെ പ്രത്യാശ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ അതെ സ്പർശിച്ചുകൊണ്ട് പൗലോസ് പറയുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കാൻ പോകുകയാണ്. ഈ മർത്യമായ അമർത്യതയെ ധരിക്കാൻ പോകുകയാണ്. 1969 ജൂലൈ മാസം 20-ാം തീയതി അമേരിക്കയിലെ ബഹിരാകാശ യാത്രക്കാർ പേടകത്തിലേക്ക് പറന്നുയരുമ്പോൾ അവർ ഉടുത്തിരുന്ന വസ്ത്രം അമേരിക്കയിൽ ടെക്സാസ് സ്റ്റേറ്റിൽ ഹ്യൂസ്റ്റൺ നഗരത്തിൽ നാസ എന്ന സ്ഥലത്ത് ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അന്ന് ഒരാൾ ധരിച്ച സ്പേസ് സൂട്ടിന്റെ വില $15 ലക്ഷം ആയിരുന്നു. മനസ്സിലായോ? $15 ലക്ഷം. ഇന്ന് 50 ലക്ഷത്തിൽ പരം വില വരും. ഇത് സ്വർഗത്തിൽ പോകാനുള്ളതല്ല, ചന്ദ്രൻ വരെ പോകാൻ. എന്നാൽ വിശുദ്ധന്മാർക്ക് പോകേണ്ടത് അവിടം വരെ അല്ല. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പറന്നുയരേണ്ടവരാണ് കർത്താവിന്റെ വിശുദ്ധന്മാർ. അന്നത്തെ സൂട്ട് തയ്പ്പിക്കാൻ നിനക്ക് പണം എവിടെ? നീ ഉണ്ടാക്കുന്ന സകല തുകയും കൊടുത്തും അത് തയ്പ്പിക്കാൻ സാധിക്കയില്ല. നീ ഭയപ്പെടേണ്ട, ഒരുങ്ങി നിൽക്കൂ. ആത്മമുദ്രയേറ്റ് നീ ഒരുങ്ങി നിൽക്കൂ. ഫ്ലൈയിങ്ങിന്റെ സമയത്ത് സൂട്ട് അയച്ചു തരും. അതാണ് ഇവിടെ വായിച്ചത്. ഈ ദ്രവത്വം അദ്രവത്വത്തെ, ഈ മർത്യമായത് അമർത്യതയെ ധരിക്കും. കാഹളം അങ്ങോട്ട് ധ്വനിക്കുമ്പോൾ ഓരോ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൂട്ട് വന്ന് നമ്മളെ ആവരണം ചെയ്യും. അപ്പോൾ ഭൂമി പറയും പോയിക്കോ, സ്വർഗം പറയും വന്നോ. ഇവിടുന്ന് ഒരു പുഷിങ്ങും അവിടുന്ന് ഒരു പുള്ളിങ്ങും. വിശുദ്ധന്മാർ നിമിഷത്തിൽ അക്കരെ നാട്ടിൽ പോകാൻ പോകുകയാണ്. പ്രത്യാശയുള്ളവർക്കായി സ്തോത്രം. ആ പോക്കിൽ അവർ പാടുന്ന ഒരു പാട്ടിന്റെ 2 ചരണങ്ങളുണ്ട്. 2 ഗ്രൂപ്പാണ് പാടുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് പാടി പൊങ്ങും. ആദ്യത്തെ ചരണം അവർ പൊങ്ങിക്കഴിഞ്ഞ് സെക്കൻഡ് ഗ്രൂപ്പ് പൊങ്ങും. അവർ 2-ാം ചരണം പാടും. 2 പ്രാവശ്യമായി ഭൂമിയെ വിട്ടാലും ഒരുമിച്ച് അങ്ങെത്തും. ആരാണ് ഫസ്റ്റ് ഗ്രൂപ്പ്? ഏതാണ് ഫസ്റ്റ് സോങ്? ഫസ്റ്റ് ഗ്രൂപ്പ് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരാണ്. നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല. അവർ ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ അവരുടെ പാട്ടാണ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? നീ വിചാരിച്ചു മാർബിൾ കല്ലറകൾക്കുള്ളിൽ, പാറ കല്ലറകൾക്കുള്ളിൽ ഞങ്ങളെ ഒതുക്കി നിർത്താമെന്ന്. പക്ഷേ ഞങ്ങൾ സേവിച്ച ഞങ്ങളുടെ ആത്മമണവാളൻ 3-ാം നാൾ കല്ലറ പൊട്ടി വെളിയിൽ വന്നവനാണ്. അവന്റെ ഉയർപ്പിന്റെ വ്യാപാര ശക്തിയാൽ ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. മരണമേ നീ തോറ്റുപോയി. നീ വിചാരിച്ചു എന്നും കൊന്നും ഈ കല്ലറയ്ക്കുള്ളിൽ ഞങ്ങൾ ഒതുക്കാമെന്നില്ല. ഉയർപ്പിന്റെ വ്യാപാര ശക്തിയാൽ ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. ഇനിയും ഞങ്ങളുടെ ദൈവം ജീവിക്കുന്നത് വരെ ഞങ്ങൾ ജീവിക്കോ.
അത് പൊങ്ങിക്കഴിയുമ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പ്, മരണം കാണാതെ രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാർ. അവരുടെ പാട്ടാണ്, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ, നിന്റെ മുള്ളു കൊണ്ടുപോലും ഞങ്ങളെ തൊട്ടില്ലല്ലോ. പ്രത്യാശയുള്ള ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മുടെ കർത്താവ് വരാറായി, നമ്മുടെ കർത്താവ് വരാറായി. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. നമ്മുടെ കരങ്ങളെ ഉയർത്തി വചനത്തിനായി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. വചനം കേട്ട് ഹൃദയത്തെ തഴമ്പിപ്പിക്കരുത്, ഹൃദയം കഠിനപ്പെടുത്തരുത്. ദൈവത്തിന്റെ ആത്മാവെന്ന് തങ്കപ്രാവി രാത്രിയിൽ നമ്മുടെ മധ്യത്തുള്ള എല്ലാ കണ്ണുകളും അടയട്ടെ, ദൈവസന്നിധി എല്ലാ തലകളും വണങ്ങട്ടെ. ഈ വചനം ഇന്ന് രാത്രി എന്നോടായിരുന്നു നിനക്ക് പ്രസ്താവിപ്പാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും പാപത്തിന്റെ ചള്ളക്കുഴിയിൽ അടിമപ്പെട്ട ജീവിതമേ, ഇന്ന് രാത്രി നീട്ടപ്പെട്ട കരം നീ ഒന്ന് കണ്ടെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ ഹൃദയത്തിന് ഈ രാത്രി ചൈതന്യം വന്നെങ്കിൽ കൊള്ളായിരുന്നു. വചനം കേട്ട് തഴമ്പിച്ചു പോകുവാനല്ല, ഈ രാത്രി സമർപ്പിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ രാത്രി സമർപ്പിക്കുവാൻ മനസ്സുണ്ടോ? ഇതുവരെയും ഞാൻ ഈ ചള്ളക്കുഴിയിലായിരുന്നു. ഇന്ന് രാത്രിയിൽ എന്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് പ്രത്യാശയുള്ളൊരു ജീവിതമാണ് ആവശ്യം. നിരാശയുടെ കുഴിയിൽ, പാപത്തിന്റെ കുഴിയിൽ, ചള്ളക്കുഴിയിൽ ആണ്ടുപൂണ്ട് കിടക്കുന്ന പന്നിക്കുട്ടി അല്ല, ഇന്ന് രാത്രി മുതൽ ഞാൻ ആട്ടിൻകുട്ടിയായി മാറുവാൻ പോകുകയാണ്. എന്റെ ജീവിതത്തെ രൂപാന്തരം ആവശ്യമാണ്. നിനക്ക് തീരുമാനമുണ്ടോ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുവെങ്കിൽ, ദൈവ കരങ്ങളിൽ നീ ഏൽപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ദൈവം എന്നോട് സംസാരിച്ചു. ദൈവവചനത്തിനായി ഞാൻ ഇന്ന് രാത്രി സമർപ്പിക്കുന്നു. താല്പര്യമുള്ള പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന നിനക്ക് ആവശ്യമാണെങ്കിൽ കരങ്ങൾ ഉയർത്തി കാണിക്കാം. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇതുവരെ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ വചനത്തെ ഞാൻ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്നേഹിത, സന്തോഷത്തോടുകൂടി ഇന്ന് രാത്രി കൈയുയർത്തു. ഇതുവരെ ഞാൻ സ്നാനമേറ്റിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ തീരുമാനിക്കുന്നു, അവന്റെ വചനമനുസരിച്ച് സ്നാനപ്പെടുവാൻ തീരുമാനിക്കുന്നു. താല്പര്യമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവ് കരങ്ങളെ കാണുന്നു, അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞാൻ പ്രാപിച്ചിട്ടില്ല. യഹോവയെ കാത്തിരുന്ന് രാത്രി ശക്തി പ്രാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുണ്ട്, കരമുയർത്താൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നീ രോഗിയായി ഇവിടെ കടന്നു വന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ രോഗത്തിന് സൗഖ്യം വരണമോ? യേശു ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉയർത്തപ്പെട്ട കരങ്ങളെ കർത്താവ് കാണും. ഗായക സംഘം ഒരു പാട്ട് പാടുമ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ള പ്രിയപ്പെട്ടവർ കരങ്ങൾ ഉയർത്തി നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സഹോദരന്മാർ, സഹോദരിമാരിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ടു. ഇന്ന് രാത്രി ചിലരെ കരങ്ങളെ ശിരസിൽ ദൈവം തൊടുവാൻ പോകുകയാണ്. ലക്ഷ്യം കൂടാതെ ധൈര്യത്തോടെ മുന്നോട്ട് വരൂ. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി മുന്നോട്ട് വയ്ക്കാൻ പോകുക. ധൈര്യത്തോടെ വരൂ. കരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മുന്നോട്ട് വരുവാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന് ചൈതന്യം വരുത്തട്ടെ, രൂപാന്തരം വരുത്തട്ടെ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയുള്ള ദിവസമായിരിക്കാം. ദൈവത്തിന്റെ ശക്തി നിങ്ങൾ വ്യാപരിക്കണം. നീ ഒരു രോഗിയായി ഇവിടെ കടന്നു വന്നു. ദൈവമേ, നിന്റെ വചനം ഞാൻ കേട്ടു. ഇന്ന് രാത്രി എന്റെ കർത്താവിനെ തൊടുവാൻ പോകുകയാണ്. എന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ പോകുകയാണ്. എന്റെ കുടുംബത്തിൽ വ്യത്യാസം വരുത്താൻ പോകുകയാണ്. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ പോകുകയാണ്. വിശ്വാസത്തോടുകൂടെ വരുവാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവരെ വളരെ വേഗം മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. പാട്ട് പാടിക്കൊണ്ടിരിക്കാം. ഹല്ലേലൂയ. ിൽ